ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, എന്നേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, എന്നേശുവേ, നീ മാത്രമെൻ സഹായം. നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോൾ ശത്രുക്കൾ എൻ ചുറ്റും പെരുകിയപ്പോൾ, നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോൾ ശത്രുക്കൾ എൻ ചുറ്റും പെരുകിടുമ്പോൾ, അന്നെന്നെ തറയ്ക്കാൻ കുരിശുമായി വന്നവരെ സമർപ്പിച്ചിതാ യേശുവിൻ മുൻപിൽ പൂർണ്ണമായി മാപ്പു നൽകുന്നു. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, എന്നേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, എന്നേശുവേ, നീ മാത്രമെൻ സഹായം. സ്നേഹമുള്ളോരെന്നു കരുതിയെൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. സ്നേഹമുള്ളോരെന്നു കരുതിയെൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. അന്നെന്നെ തകർക്കാൻ ചതിക്കുഴി തീർത്തവരെ, അന്നെന്നെ തകർക്കാൻ ചതിക്കുഴി തീർത്തവരെ അനുഗ്രഹിക്കാൻ കരുത്തെനിക്കേകൂ. അവർക്കു ഞാൻ നന്മ നേരുന്നു. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, എന്നേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, എന്നേശുവേ, നീ മാത്രമെൻ സഹായം. Thank you, Princey, for that beautiful song and reminding us that we all have been given a gift of forgiveness and it's freely given to us. We hope and pray that every one of us go ahead and practice this freely given gift during this Lent. As I always say, arm yourself with the word of God. Isaiah chapter 58, verse 6 to 7 reads, "For thus says the Lord, in a day of trouble, I will bring forth my salvation. In a day of calamity, I will bring forth my deliverance." Our scripture is filled with great prophecies.
Mrs. Cindy George, the Regional Secretary for Southeast Florida region, will now read a scripture verse from this great prophet for us. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം. ഐസയ ചാപ്റ്റർ 35. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടി ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും അവർ ദൈവത്തിന്റെ മഹത്വവും കാണും. തകർന്ന കൈകാലികളെ ബലപ്പെടുത്തുവീൻ, കൊഴിഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. സിനി കേൾക്കുന്നുണ്ട്. സിനി പോയെന്തോ, നെറ്റ് പോയെന്തോ. Joined you. Other. Oh, we can go for the next one. Ashwini. Okay. We'll move to the next. Okay. Next we have Annie Zechariah from St. Thomas Church, Oklahoma, to sing for us today. ദേവേശാ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു, ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുത്തു, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യഥയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പാനായി അനുസരിച്ചു, താതനിഷ്ടം നടപ്പാനായി അനുസരിച്ചു. അന്നാസിൻ അരമനയിൽ മന്നവ നീ വിധിക്കപ്പെട്ടു, കന്നങ്ങളിൽ കരങ്ങൾ കൊണ്ട് മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു, മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. പീലാത്തോസെന്നവനും വിലമതിച്ചു കുരിശിൽപ്പിച്ചു, തലയിൽ മുള്ളാൽ മുടിയും വച്ചു. പലർ പല പാടുകൾ ചെയ്തു നിന്നെ, പലർ പല പാടുകൾ ചെയ്തു നിന്നെ. ബലഹീനനായിനിയും വലിയ കൊലമരം ചുമന്നു, തലയോടിടാം മലമുകളിൽ അലിവില്ലതയ്യോ യൂദർ നടത്തി നിന്നെ, അലിവില്ലതയ്യോ യൂദർ നടത്തി നിന്നെ. തിരുക്കരങ്ങൾ ആണികൊണ്ട് മരത്തോടു ചേർത്തടിച്ചു, ഇരുവശത്തും കുരിശിതരാം ഇരു കള്ളർ നടുവിൽ നീ മരിച്ചു പരാ, ഇരു കള്ളർ നടുവിൽ നീ മരിച്ചു പരാ. കഠിനദാഹം പീഡിച്ചതിനാൽ
കാടി വാങ്ങാനിടയായോ? ഉടുപ്പ് കൂട്ടി ചീട്ടിയിട്ട് ഉടമ്പും കുത്തി തുറന്നൊരു ധീരം ചിന്താൻ, ഉടമ്പും കുത്തി തുറന്നൊരു ധീരം ചിന്താൻ. നിൻ മരണം കൊണ്ടെൻ്റെ വന്നരകം നീയകറ്റി, നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ, എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. Thank you, Annie. Next, we have Lena Matthew, Regional Secretary for West Region, to read a passage from the New Testament. Lena? ഇനി കേൾക്കാമോ? കേൾക്കാം. Okay. Matthew chapter 4 words from 1 to 11. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ബാറയ്ക്കുമോർ. Thank you so much, Lena. Then Jesus was led up by the Spirit into the wilderness to be tempted by the devil. And after fasting 40 days and 40 nights, he was hungry. We see in this passage that Jesus underwent a period of fasting for 40 days and nights in order to prepare himself for his public ministry. This is also a reminder for us during this Lent that a period of fasting can help us grow in our relationship with God and prepare us for whatever he has in store for us. Thank you so much, Lena, for that passage. Next, we have Mrs. Rini Chaco, Regional Secretary for South Houston, to read the Psalms for us. സങ്കീർത്തനം 51. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വം പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചുകളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകത്യങ്ങളൊക്കെയും മായ്ച്ചുകളണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ പുതുതാക്കണമേ.
നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നഴിക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികൾ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം ഞാൻ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന് മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവമേ, സുവിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ. Thank you, Kochima. This Lent, let us pray to God to purify our hearts and renew our mind, just as the psalmist says, our body and our soul too. It is a time to refocus our attention on what really matters and to ask for God's guidance in our lives. Thank you again, Kochima. It's now time to seek blessings for this retreat from the one true God. I request Ebiachin to lead us into prayer. Barakamor, in the name of the Father, and the Son, and the Holy Spirit, one true God. Glory be to him, and may his mercy and compassion be upon us forever. Holy, 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 Lord God Almighty, by whose glory the heaven and earth are filled, Hosanna in the highest. Blessed is he who has come and is to come in the name of the Lord. Glory be to him in the highest. Holy art thou, O God, holy art thou Almighty, holy art thou immortal, crucified for us, have mercy upon us. Holy art thou, O God, holy art thou Almighty, holy art thou immortal, crucified for us, have mercy upon us. Holy art thou, O God, holy art thou Almighty, holy art thou immortal, crucified for us, have mercy upon us. Lord, have mercy upon us. Lord, be kind and have mercy. Lord, accept our service and prayers. Have mercy upon us. Glory be to thee, O God. Glory be to thee, O Creator. Glory be to thee, O Christ the King. He has compassion on his sinful servants. Barakamor. O Father who art in heaven, hallowed be thy name. Thy kingdom come. Thy will be done on earth as it is in heaven. Give us this day our daily bread. And forgive us debts and sins as we have forgiven our debtors. Lead us not into temptation. Deliver us from the evil one. For thine is the kingdom, the power, and the glory, forever and ever. Amen. Peace to thee, Mary, full of grace. The Lord is with thee. Blessed art thou among women, and blessed is the fruit of thy womb. Our Lord Jesus Christ, O Virgin Saint Mary, O Mother of God, pray for us sinners, now and at all times, and at the hour of our death. Amen. Thank you, Echa. Lord, beloved Jonathan will pray. Barakamor. Barakamor, in the name of the Father, Son, and the Holy Spirit, one true God. Glory be to him. May his grace and mercy be upon us forever. Amen. Heavenly Father, we are thankful and we are grateful for this opportunity for our Diocese MMVS to come together in prayer and in meditation as we journey through this Lenten season. May your Holy Spirit dwell in each and every one of us here. We pray for your grace and mercies on the leadership of our Diocese MMVS, led by respected Ebiachin, the entire leadership team, led by the General Secretary, Treasurer, and everyone else. Father, we pray for your mercies upon all the unit secretaries and all our Diocese MMVS leadership in every parish. We pray that you bless them, bless their activities, bless all their hard work and efforts for each parish, for each unit, and for their own families, Father. At this time, we pray for your mighty blessings on our keynote speaker, most respected John T. Verghese, Achin. We pray that as Achin leads today's retreat on the theme of the living letters of Christ, we pray that the Holy Spirit guide Achin to share words
of wisdom from the Holy Scriptures and from the Holy Fathers, that those words will inspire us to lead a Lenten experience that is meaningful and powerful and transformative and life-changing. We pray for your continued mercies, Heavenly Father, on each and every one of us as we journey toward Holy Week, as we journey toward the passion, the crucifixion, the death, and the victorious resurrection of our Lord. May we also be reminded to be in a state of repentance and be reminded of the forgiveness that comes from your only begotten Son. We pray for your blessings and mercies on each and every one of us, and especially for all the participants who are on this call right now. We ask all of this as we glorify you, the only begotten Son, and the Holy Spirit, now and always and forever and ever. Amen. Thank you, Shonachan. And one more announcement. Today is Shonachan's birthday too. So happy birthday, Achan, from the part of the MMBS. Thank you, Acha. Thank you so much. Wish you a blessed birthday, Acha. Thank you. Thank you so much, Acha. And I now call Mrs. Smita Koshi to extend a warm welcome to this August gathering here. Smita is a regional secretary for Midwest Chicago. Smita? യാഷിനി കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഭദ്രാസന മർത്തമറിയം സമാജം ഭാരവാഹികളെ, സഹോദരീ സഹോദരങ്ങളെ, വലിയ നോമ്പിലെ 2ാം ശനിയാഴ്ച ദൈവവചനത്തിനായി കൂടി വരുവാൻ നമുക്ക് ലഭിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ലണ്ടൻ റിട്രീറ്റിൽ സംബന്ധിക്കുന്ന ഏവർക്കും ഔദ്യോഗികമായി സ്വാഗതം അർപ്പിക്കുക എന്ന ചുമതലയാണ് എന്നിലുള്ളത്. ഇന്നത്തെ ധ്യാന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയാണ്. തന്റെ അനവധിയായ തിരക്കുകൾക്കിടയിലും സമാജത്തെ നയിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ഇന്ന് ഈ ലണ്ടൻ റിട്രീറ്റിൽ വന്ന് സംബന്ധിച്ച് ഇതിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന തിരുമേനിയെ സവിനയം ഈ റിട്രീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനയോഗത്തിൽ മുഖ്യ പ്രഭാഷകൻ റവറൻഡ് ഫാദർ ജോൺ ടി വർഗീസ് കുളക്കട ആണ്. വചന ശുശ്രൂഷയിലും ധ്യാന പ്രസംഗങ്ങളിലും പ്രഗത്ഭനായ അച്ഛനെ ഈ റിട്രീറ്റിന്റെ മുഖ്യ പ്രഭാഷകനായി ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്നും ഈ യോഗത്തിൽ ജോയിൻ ചെയ്യുന്ന ജോൺ ടി വർഗീസ് അച്ഛനെ ഇതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന മർത്തമറിയം സമാജം വൈസ് പ്രസിഡന്റ് റവറൻഡ് ഫാദർ എബി എബ്രഹാം, ഭദ്രാസനത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട കോർ എപ്പിസ്കോപ്പ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഷമാശന്മാർ, സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന മർത്തമറിയം സമാജത്തിന്റെ ഭദ്രാസന തലം മുതൽ യൂണിറ്റ് തലം വരെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി അക്ഷീണം പ്രവർത്തിക്കുന്ന ഭാരവാഹികൾ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇതിൽ സംബന്ധിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളെ ഏവരെയും സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന MMVS ക്രമീകരിച്ചിരിക്കുന്ന ഈ ലണ്ടൻ റിട്രീറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ റിട്രീറ്റ് നമുക്ക് ഏവർക്കും അനവധിയായ ദൈവാനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. Thank you, Smita. Next is presidential address, but Tirumeni has not joined yet. He's occupied with the ordination services, so I'll move on to the next event, next item in our retreat today. I request Ebiachin to introduce the speaker for a day. In the name of the Father, Son, and the Holy Spirit, one true God. പരിശുദ്ധ വലിയ നോമ്പിലെ പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോമ്പ് അർത്ഥപൂർണമായി അനുഷ്ഠിക്കുവാനും അത് കൃപയോടെ അനുഭവിക്കുവാനും നമ്മളെ സ്വയമായി പരിശോധിക്കുവാനും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ചിന്തിക്കാനുമുള്ള സമയമാണ് പരിശുദ്ധ വലിയ നോമ്പ്. ഈ വർഷം
നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗവും നമ്മുടെ തീമും ഞങ്ങൾ ക്രിസ്തുവിന്റെ ജീവനുള്ള അക്ഷരങ്ങൾ എന്നുള്ളതാണ്. വി ദ ലിവിംഗ് ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. That's a witness how to be in this world, how to be to others. നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് സാക്ഷ്യമുള്ളവരായി തീരണം. മറ്റുള്ളവർ നമ്മളെ വായിക്കുന്നത്, ആ വേദഭാഗം വായിക്കുമ്പോൾ, വേദഭാഗം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്, കൊരിന്ത്യ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. നിങ്ങളെ മറ്റുള്ളവർ വായിക്കണം. അതിന് പറ്റിയ അക്ഷരങ്ങളായി നിങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തണം. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതാകണം, മറ്റുള്ളവർക്ക് അത് ദഹിക്കുന്നതാകണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നതുമായ നല്ല സാക്ഷ്യങ്ങളായി തീരണം. It's a very famous writing by Rumi, the Persian poet. He has written like this: yesterday I was clever, so I wanted to change the world. Today I am wise, so I am changing myself. ഇത് വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ്. റൂമി എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ്. ലോകത്തിന്റെ ബുദ്ധിയും ദൈവം തരുന്ന ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അങ്ങനെയാണ്. ലോകബുദ്ധി നമ്മളിലേക്ക് വന്നാൽ വി വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ്. ഈ ലോകത്തെ മുഴുവനായി നമ്മൾ മാറ്റാൻ ശ്രമിക്കും. എന്നാൽ ദൈവബുദ്ധിയിൽ ചിന്തിക്കുന്നവർക്കോ അതിൽ ജീവിക്കുന്നവർക്കോ സ്വയം ആദ്യം മാറണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. ഒരു പ്രസിദ്ധനായ വയലിനിസ്റ്റ്, ഒരു സംഗീതജ്ഞനാണ് ബീഥോവൻ. ബീഥോവനെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും. Once in the morning he went for a walking. പോകുന്ന വഴിക്ക് ഒരു ദേവാലയമുണ്ട്. എല്ലാ ദിവസവും ആ ദേവാലയത്തിന് മണി അദ്ദേഹത്തിന് കേൾക്കാം, കൃത്യമായി കേൾക്കാം, ഇങ്ങനെ പോകുന്ന വഴിക്ക്. ഒരു ദിവസം അദ്ദേഹം പോകുമ്പോ ദേവാലയത്തിന്റെ മണി അടിക്കുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. ദേവാലയ മണിയുടെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ആ ദിവസം മാറിപ്പോയതായിരിക്കും. എല്ലാ ദിവസവും ആ സമയം വീട്ടിൽ ഇറങ്ങി നടന്നിട്ടും അത് കേൾക്കുന്നില്ല. തിരിച്ചു വീട്ടിൽ വന്നു. അദ്ദേഹം തന്റെ പിയാനോ വായിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ശബ്ദം വരുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ഈ ലോകത്തിന് എന്ത് പറ്റി? വാട്ട് ഡിഡ് ഹാപ്പൻ ടു ദിസ് വേൾഡ്? പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത്, ഈ ലോകത്തിനല്ല പ്രശ്നം, എന്റെ ചെവിക്കാണ് പ്രശ്നം. എന്റെ ചെവിയുടെ കേൾവി പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സ്വയം മാറാനുള്ള ഒരു അനുഭവമായി ആദ്യം ചിന്തിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെ മാറ്റിയെടുക്കാനും ഈ ലോകത്തിന്റെ അനുഭവങ്ങളെ മാറ്റാനും പതുക്കെ പതുക്കെ സാധിക്കുകയുള്ളൂ. സ്വയം പരിശോധനയ്ക്കുള്ള ഒരു കാലമായി ഈ നോമ്പിനെ അനുഗ്രഹപൂർണമായി കണ്ടെത്തുവാൻ നമുക്ക് ഇടയാവണം എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ സമയം ഞാൻ വിലയേറിയ സമയം എടുക്കുന്നില്ല. അഭിവന്യ തിരുമേനി സംബന്ധിക്കേണ്ടതാണ്. അഭിവന്യ തിരുമേനി സംബന്ധിക്കുമെന്ന് വിചാരിക്കുന്നു. തീരുന്നതിന് മുമ്പ് തിരുമേനി ഷിക്കാഗോയിൽ ഒരു പട്ടംകൊടയിലാണ്. തിരുമേനി സംബന്ധിക്കാൻ സാധ്യതയുണ്ട്. സമയത്തിനനുസരിച്ച് സംബന്ധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തിരുമേനിയെ പ്രത്യേകമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ജോൺ ടി വർഗീസ് കുളക്കട അച്ഛനാണ്. അച്ഛനെ എനിക്ക് തോന്നുന്നില്ല ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണം എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള അച്ഛനാണ്. എനിക്ക് തോന്നുന്നു പല പ്രാവശ്യവും നമ്മുടെ ഫ്രൈഡേ മീറ്റിംഗ് പ്രയറിൽ അച്ഛൻ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഇവിടെ അച്ഛനും ഞങ്ങളൊക്കെ സെമിനാരിയിൽ ഒരേ സമയം പഠിക്കുകയും വളരെ സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ പല പ്രാവശ്യമായി കേട്ടിട്ടുണ്ടാവും. അച്ഛൻ കൊല്ലം ഡയസിസിലാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുക. കൊല്ലം ഡയസിസിന്റെ ക്ലർജി സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ താമരക്കുടി മാർത്തമറിയം ഇടവകയുടെ വികാരിയായി പ്രിയപ്പെട്ട അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ക്ഷണിച്ചപ്പോൾ തന്നെ സ്നേഹത്തോടും സന്തോഷത്തോടും ഇതിൽ സംബന്ധിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് സമയം കൊടുത്തപ്പോൾ
ഒരല്പസമയത്തിന്റെ കൺഫ്യൂഷൻ ഉണ്ടായി. അതുകൊണ്ട് അച്ഛൻ കുറെ നേരത്തെ കയറി. അതുകൊണ്ട് സോറി ഫോർ ദാറ്റ് അച്ഛൻ. അതുകൊണ്ട് എന്തായാലും അച്ഛൻ ആ സമയത്ത് തന്നെ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് വന്നു. അച്ഛന്റെ ആ സ്നേഹപൂർവമായ വാക്കുകൾക്ക് ദൈവം തമ്പുരാൻ അദ്ദേഹത്തിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കേൾക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്കിടയാകണം. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേൾക്കാമോ? കേൾക്കാം. തുടങ്ങല്ലേ നമ്മളല്ലേ? തുടങ്ങാം. താങ്ക് യു. സൗത്ത് വെസ്റ്റ് അമേരിക്ക ഡയസസിന്റെ മർത്തോര സമാജത്തിന്റെ ലണ്ടൻ റിട്രീറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഏറെ സ്നേഹാദരണീയനായ എബി അച്ഛൻ, അതുപോലെ മറ്റു പ്രിയപ്പെട്ട പട്ടക്കാർ, ഞാൻ നേരിട്ട് വിൻഡോയിൽ കാണുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ മുഖങ്ങൾ മാത്രമാണ് കാണുന്നത്. ഹോസ്റ്റ് ചെയ്യുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എൻ്റെ റീജിയണൽ സെക്രട്ടറീസ്, ഡയോസെഷൻ സെക്രട്ടറി, അങ്ങനെ എല്ലാവരെയും ഗ്രേറ്റ് ചെയ്യുന്നു. ഈ പകൽ അനുഗ്രഹകരമായി ഇരിക്കട്ടെ. വാട്ട് എ വണ്ടർഫുൾ തീം വിത്ത് ദ ലെറ്റർ ഓഫ് ക്രൈസ്റ്റ്, ലിവിംഗ് ലെറ്റർ ഓഫ് ക്രൈസ്റ്റ്. എബി അച്ഛൻ വളരെ മനോഹരമായി നല്ലൊരു ആമുഖം, 2 ഇൻസിഡൻറ്റ്, റൂമിയുടെ കോട്ടും ബിഥോവന്റെ എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞ് ഒരു നല്ല എൻട്രി നമുക്ക് ഈ റിട്ടീലിലേക്ക് തന്നു കഴിഞ്ഞു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, കരുണയുള്ള ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ബലവും അഭിഷേകവും ഈ ശുശ്രൂഷയിൽ യാചിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഇടുന്ന വിശുദ്ധ പുസ്തകത്തിന് അഭിമുഖമായി ഹൃദയം കൊടുക്കുന്ന എല്ലാവരെയും തമ്പുരാൻ ബലപ്പെടുത്തുകയും അവിടുത്തെ വചനം കൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരെ സ്പർശിച്ച് ജീവന്റെ അക്ഷരങ്ങളായി മാറാൻ സഹായിക്കുകയും ചെയ്യണം. ബലഹീനതകളും കുറവുകളും സമൃദ്ധമായി ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും കൂടി വരുമ്പോൾ അങ്ങ് ഞങ്ങളെ എത്രമാത്രം സഹിച്ചും ക്ഷമിച്ചും അവിടുത്തെ കൃപയിൽ, അവിടുത്തെ സ്നേഹത്തിന്റെ പുതപ്പിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നല്ലോ. അപ്പൊ അങ്ങയുടെ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഈ റിട്രീറ്റിൽ ദൈവം ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചു കളയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. അതിൽ നിന്നൊക്കെ മാറി തമ്പുരാന്റെ വചനത്തിന് അഭിമുഖമായി ചങ്ക് വെച്ചു തരാൻ, ഹൃദയം വെച്ചു തരാൻ ഈ നിമിഷങ്ങളിൽ സഹായിക്കണം. പട്ടക്കാർക്കായി, അഭിവന്യ തിരുമേനിക്കായി, മർത്തോമാ സമാജത്തിന്റെ പ്രിയപ്പെട്ട ചുമതലപ്പെട്ടവർക്കായി, ഇന്ന് ഇതിൽ കേൾക്കുന്ന, ഇതിൽ ശ്രദ്ധിക്കുന്ന, ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ ബലവും അഭിഷേകവും കർത്താവെ ഞങ്ങൾക്ക് തരണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൃപയാൽ തന്നെ ഒരു നിമിഷം കൂടെ മൗനമായിരിക്കാം. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തേണമേ. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തേണമേ. നമ്മുടെ ഉള്ളിലേക്ക് ധ്യാനം സംഭവിക്കാൻ, ആത്മാവിനെ മൃദുവായി പോറലേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ മൃദുസ്പർശനത്തിനായി പിന്നെയും ദാഹിക്കാം. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തേണമേ. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 25-ാമത്തെ വചനം. ബുക്ക് ഓഫ് ഡിറ്റോണോമി
chapter 9, verse 25. Throughout the 40 days and 40 nights that I lay prostrate before the Lord, when the Lord intended to destroy you, ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണു കിടന്നു. ഒരു നോമ്പുകാലത്ത് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ടെക്സ്റ്റാണ്. മോശ സ്വയം പറയുന്ന ഒരു കമന്റായിട്ടാണ് അവിടെ നമ്മളത് വായിക്കുന്നത് ബുക്ക് ഓഫ് ഡ്യൂട്ടോണോമിയിൽ. Throughout the 40 days and 40 nights I lay prostrate before the Lord. I lay prostrate before the Lord. പ്രിയപ്പെട്ടവരെ, മോശ സീനായ് മലയിൽ 2 തവണ കയറിപ്പോയി. ഇത് നമുക്കറിയാം. ആദ്യത്തെ തവണ കയറിപ്പോയി കൽപ്പലകളിൽ കൽപ്പനകളുമായി തിരികെ വരുന്നു. അവിടെ നാം വായിക്കുന്നത് I stayed there എന്നാണ്. മോശ അവിടെ താമസിച്ചു എന്നാണ്. ഞാൻ അവിടെ താമസിച്ചു. താഴെ വന്നപ്പോൾ അഹ്റോന്റെ നേതൃത്വത്തിലുള്ള വലിയ ബഹളം, ട്യൂഷൻ, കാളക്കുട്ടിയുടെ ആരാധന. ആ സമയത്ത് തൻ്റെ സ്റ്റോൺ ടാബ്ലറ്റ്സ് ബ്രോക്കൺ ആവുന്നു, താൻ എറിഞ്ഞു പൊട്ടിക്കുന്നു. കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ അതുകൊണ്ട് അരിശം തീരാതവന് പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പാടിയതുപോലെ അത് പിന്നെയും പൊടിച്ച് വെള്ളത്തിൽ കലക്കി ജനത്തെ കുടിപ്പിക്കുന്നു. എന്നിട്ട് മോശ ഒരു 2ാം തവണ വീണ്ടും ഈ കൽപ്പലകളുമായി ദൈവത്തിന്റെ കൽപ്പന പ്രതീക്ഷിച്ച് മോശ സീനായ് മലയിലേക്ക് കയറിപ്പോകും. ആ സെക്കൻഡ് ജേണിയെ കുറിച്ചാണ് നാം വായിക്കുന്നത്. ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണു കിടന്നു. What is the difference between the 2 verses? First one is I stayed there 40 days and 40 nights. Second one, I lay prostrate before the Lord throughout the 40 days and 40 nights. What is the difference between ഈ 2 കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്? I stayed there and I lay prostrate before the Lord. അതിനകത്തൊരു വലിയൊരു മിസ്റ്ററി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ തവണ മോശ പോയപ്പോൾ മോശ വളരെ ഫ്രഷ് ആണ്. മോശയ്ക്ക് കുറ്റബോധത്തിന് ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസിന്റെ ആവശ്യമില്ല. കാരണം തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 2ാം തവണ പോയപ്പോൾ he broken the stone tablets. അദ്ദേഹത്തിന്റെ കോപം കൊണ്ട്, വികാരങ്ങൾ കൊണ്ട്, വിക്ഷോഭങ്ങൾ കൊണ്ട് തന്റെ കൽപ്പനകൾ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ he has a guilty consciousness, ഒരു കുറ്റബോധം അദ്ദേഹത്തിനുണ്ട്. ഈ കുറ്റബോധത്തിലാണ് അദ്ദേഹം ഇവിടെ ഫ്രഷ് അല്ല. ജീവിതത്തിൽ ഇന്നലകളിലുണ്ടായ തെറ്റുകളുടെ കുറ്റബോധത്തിലാണ് ആ വാക്ക് എഴുതിയിരിക്കുന്നത്. I lay prostrate before the Lord. വെറും ഒരു താമസമായിരുന്നില്ല നോമ്പുകാലം. 40 ദിവസം ത്രൂ ഔട്ട് ഈ 40 ദിവസം ഇങ്ങനെ പോയി. നമുക്ക് ചേരുന്നത് പലപ്പോഴും ആദ്യത്തെ ആ ഒരു പ്രയോഗമാണ്. എന്നാൽ ചേരേണ്ടത് 2ാമത്തതാണ്. കാരണം നമുക്കും നഷ്ടപ്പെട്ട കുറെ വിർച്യൂസിന്റെ, വാല്യൂസിന്റെ, നമുക്ക് നഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുടെ ഗിൽറ്റി കോൺഷ്യസ്നെസ്സിലാണ്, കുറ്റബോധത്തിലാണ് നോമ്പ് സംഭവിക്കേണ്ടത്. ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 പകലും 40 രാവും വീണു കിടന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ചിന്തകൾ ഇന്ന് എന്തിനാണ് ഈ വീണ് കിടന്നത് എന്നത് ചിന്തിക്കും. ശരിക്കും ഓരോ തവണ ബൈബിൾ തുറക്കുമ്പോഴും വേദപുസ്തകത്തിനകത്ത് ഒരു സൈൻ ബോർഡ് കാണാം. ഒരു കിലോമീറ്ററിന്റെ ദൂരമാണ്, എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ആ സൈൻ ബോർഡ് എന്ന് പറയുന്നത് ജീവിച്ച ജീവിതവും ജീവിക്കേണ്ട ജീവിതവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ജീവിച്ച ജീവിതവും ജീവിക്കേണ്ട ജീവിതവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഓരോ തവണ ബൈബിൾ തുറന്നടയ്ക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ശരിക്കും നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മൾ ഇന്ന് ഈ വീണ് കിടന്നു, മോശ താൻ വീണ് കിടന്നു, കുറ്റബോധത്തിൽ ഉരുകി. നോമ്പ്, അതിന് 2 ചിന്തകൾ നമുക്ക് പറയാം, ഒരുമിച്ച് പങ്കുവയ്ക്കാം.
ഒന്നാമത്തേത്, എന്തിനാണ് ഈ വീണ് കിടപ്പ്? ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്ത് തിരുമുമ്പിൽ വീണ് കിടക്കുന്ന കാലമാണ് നോമ്പ്. Lent is a time to remember the broken commandments. Lent is a time to remember the broken commandments. 10 കൽപ്പനകളാണ് ഉണ്ടായിരുന്നത്. എല്ലാം ഉടഞ്ഞുപോയി. കോപത്താൽ ഉടഞ്ഞുപോയതാണ്. കാമക്രോധ ലോഭ മത മത്സര മോഹാദികൾ, മനുഷ്യന്റെ ചപല വികാരങ്ങൾ. 10 കൽപ്പനകൾ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 10 കമാൻഡ്മെന്റ്സ്, യാതൊന്നിന്റെ രൂപം ഉണ്ടാക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാം വൃഥാ എടുക്കരുത്. ശാബനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. അങ്ങനെയുണ്ട്. ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ട ഇതിൽ ഏത് കൽപ്പന? അപ്പോൾ നിങ്ങൾ സൗത്ത് വെസ്റ്റ് അമേരിക്കയിലെ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. പ്രായമുള്ളവർക്കറിയാം, സ്കൂളിൽ പണ്ട് നാട്ടിൽ പോയിരുന്നപ്പോൾ ബാഗും കൊണ്ടുപോയിട്ടുണ്ട്. ബാഗ് തോളിലിട്ട് പോയി. അതിനു മുമ്പ് ഒരു അലൂമിനിയം പെട്ടി തൂക്കി പിടിച്ചോട്ട് പോയിട്ടൊക്കെ ഉണ്ടാവും. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ ഓർക്കുന്നുണ്ട്. ആരുടെ മുഖം എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എവിടെയോ നോക്കി സംസാരിക്കണം. എബിഎച്ചിനെ മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലൂമിനിയം പെട്ടിക്ക് മുമ്പ് അതിലും പുറകിലൊരു കാലത്ത് ഈ കറുത്ത റബ്ബർ ബാൻഡിനകത്ത് 8ഉം 10ഉം പുസ്തകങ്ങൾ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്കൂളിൽ പോയ കാലമുണ്ട്. ഓർക്കാൻ പറ്റുന്നവർ ഓർക്കുക. ഇപ്പൊ വലിയ പുള്ളികളായിരിക്കും, എന്നാലും ഓർത്ത് നോക്കിക്കേ പഴയ കാലം. ഈ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് 8ഉം 10ഉം പുസ്തകങ്ങൾ ഇങ്ങനെ ജൂണിൽ തുടങ്ങി പുതുമണം മാറാത്ത പുസ്തകങ്ങളുമായി ആഹ്ലാദത്തോടെ ഇറങ്ങി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ വന്നപ്പോൾ ഈ പുസ്തകക്കെട്ടിന്റെ അവസ്ഥ എന്താ? ആദ്യത്തെ 2 പാഠവും അവസാനത്തെ 2 പാഠവും കീറിയിട്ടുണ്ടാവും. ഇടയ്ക്കുള്ള പാഠങ്ങളൊന്നും കീറിയിട്ടുണ്ടാവില്ല. അത് കൊല്ലപ്പരീക്ഷയിലും സേഫാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഉടഞ്ഞുപോയ പ്രമാണങ്ങൾ, ഇടയ്ക്കുള്ള കൽപ്പനകളായ കൊല ചെയ്യരുത്, കീറിയിട്ടില്ല. അഡൽട്ടറി കീറിയിട്ടില്ല. നോട്ട് സ്റ്റീൽ, മോഷ്ടിക്കരുത്, കീറിയിട്ടില്ല. ഇതൊക്കെ ഇടയ്ക്കുള്ള കൽപ്പനകളാണ്. നമുക്ക് കീറിപ്പോയത് 1ാം പാഠമാണ്. The first lesson and the last lesson. ഫസ്റ്റ് ലെസൺ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ലാസ്റ്റ് ലെസൺ, കൂട്ടുകാരൻ്റെ യാതൊന്നിനെയും മോഹിക്കരുത്. പക്ഷെ നമ്മുടെ കൺഫെഷനിൽ പോലും, ഈ നോമ്പിലെ കൺഫെഷനിൽ പോലും നമ്മൾ വെച്ച് ഏറ്റു പറയുന്ന പാപം, ഞാനും അങ്ങനെ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ഞാൻ വേണ്ടാത്തതിനൊന്നും പോയിട്ടില്ല. ഇടപ്പാഠങ്ങളെ ഓർത്തല്ല അനുദപിക്കേണ്ടത്. കീറിപ്പോയ 1ാം പാഠങ്ങളാണ്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വിശുദ്ധ ലൂക്കോസ് 15-ൽ, സെയിന്റ് ലൂക്ക് 15-ൽ 10 ദ്രഹ്മയുടെ ഉപമയുണ്ട്. അഫ്രഹാത്ത് എന്ന് പറയുന്ന പിതാവ് അതിനെ വ്യാഖ്യാനിക്കുന്നത്, ആ സ്ത്രീ, ആ നാണയം നഷ്ടപ്പെട്ട സ്ത്രീ ഇസ്രായേലാണ്. 10 ദ്രഹ്മകൾ 10 കൽപ്പനകളാണ്. 10 നാണയങ്ങൾ. നഷ്ടപ്പെടുന്നത് 1ാം നാണയമാണ്, ഒരു നാണയമാണ്. പുറപ്പാട് 23 എക്സോഡസ് 23 ആണ്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകും. എങ്ങനെയാണത് വീണ്ടെടുക്കുന്നത്? വിളക്ക് കത്തിക്കുകയാണ്. വിളക്ക് കുരിശാണ്. വിളക്കിൽ തെളിയുന്ന അനശ്വര പ്രകാശം ക്രിസ്തുവാണ്. അടിച്ചുവാരി എന്നാണ്, ആത്മാവിനെ ഒരുക്കുകയാണ്. പിന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. വീണ്ടെടുപ്പിന്റെ സന്തോഷ വിരുന്നിലേക്ക് എല്ലാവരെയും വിളിക്കുന്ന ഗോസ്പലൈസേഷനാണ്. അപ്പോൾ ഈ സമഗ്രമായ ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ആ കഥയ്ക്കകത്തുണ്ട്. 1ാം പാഠമാണ് കീറിപ്പോയത്. സത്യത്തിൽ ആ പുലർച്ചയിൽ ആ കൊച്ചു പെണ്ണ് കരഞ്ഞത് നോമ്പ് കാലത്ത് നമ്മുടെയും കരച്ചിലാകേണ്ടതാണ്. ആ പെണ്ണ് കരഞ്ഞത് എങ്ങനെയാണ്? മഗ്ദലക്കാരി, എന്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ആ സ്ത്രീ കരഞ്ഞത്. ഇത് നമ്മുടെ വിലാപമാകേണ്ടതാണ്. ശരിക്കും നമുക്ക് കീറിപ്പോയത് 1ാം പാഠമാണ്. We substitute Jesus Christ for our convenience. We substitute Jesus Christ for our convenience. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ മാറ്റിവെച്ച് എൻ്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു. നമ്മുടെ ആഘോഷങ്ങൾക്കൊന്നും കുറവില്ല. പക്ഷെ നമ്മുടെ ദൈവം മോഷ്ടിക്കപ്പെട്ടു. എൻ്റെ ദൈവത്തെ മോഷ്ടിച്ചത് ഫേസ്ബുക്കാണ്.
എൻ്റെ പ്രാർത്ഥനാ സമയത്തെ മോഷ്ടിച്ചത് വാട്സാപ്പാണ്. എന്നിലെ ക്രിസ്തുവിനെ മോഷ്ടിച്ചത് സോഷ്യൽ മീഡിയ ആണ്. എൻ്റെ അലസതയാണ്, എൻ്റെ ഉറക്കമാണ്. സത്യത്തിൽ കീറിപ്പോയ ഒന്നാം പാഠമാണ് ഈ ആണ്ടിലെ നോമ്പിലെ കൺഫെഷൻ തീമാകേണ്ടത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ. നമ്മൾ ആരും മറ്റ് ദൈവന്മാരെ ഒരു ക്ഷേത്രത്തിലും പോയിട്ടുണ്ടാവില്ല. പക്ഷേ വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ ലിറ്റിൽ കൺവീനിയൻസസ്. അല്ലേ? ആദ്യ പാഠങ്ങളാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 2 സമയത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയും. 1 കണ്ടെത്തുന്ന സമയം, 2 കിട്ടുന്ന സമയം. നമ്മുടെ പിതാക്കന്മാരും അമ്മമാരും ഒക്കെ പ്രാർത്ഥിച്ചത് കണ്ടെത്തുന്ന സമയത്താണ്. വൈകുന്നേരം ഒരു 7 o'clock, രാവിലെ ഒരു 5:30, നാട്ടിൽ 5 അല്ലെങ്കിൽ അവർ സമയം കണ്ടെത്തുകയാണ്. ഇപ്പൊ നമുക്ക് വൈകുന്നേരം 7, ചിലപ്പോൾ 8, ചിലപ്പോൾ 9 o'clock, ചിലപ്പോൾ ബെഡിലാണ്. കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇന്നത്തെ ഫാമിലി പ്രെയർ പോയല്ലോ. അവിടെ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. നാഥ, നീ എല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു. നമുക്ക് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. പുലരിയിൽ നമുക്ക് അങ്ങനെ ഒരു സമയമില്ല. ചിലപ്പോ മാറ്റിവെച്ച് 7, 7:30, 7:45 മാറ്റിവെച്ച് ഒരു ഡിഫറൻസ് എന്താണ്? നമ്മുടെ മുൻതലമുറ കണ്ടെത്തുന്ന സമയത്തായിരുന്നു പ്രാർത്ഥിച്ചത്. നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ കുട്ടികളിലും പ്രാർത്ഥിക്കുന്നത് കിട്ടുന്ന സമയത്താണ്. കണ്ടെത്തുന്ന സമയവും കിട്ടുന്ന സമയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കണ്ടെത്തുന്ന സമയങ്ങളുടെ മേലൊരു പ്രത്യേക അഭിഷേകമുണ്ട്. നിശ്ചയമായിട്ടും ഒരിക്കലും പിശാച് നമ്മളോട് പ്രാർത്ഥിക്കണ്ട എന്ന് പറയില്ല, നോമ്പ് നോൽക്കണ്ട എന്ന് പറയില്ല. പിന്നെയാകട്ടെ എന്നൊരു ചെറിയ വാക്ക് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കും. സത്യത്തിൽ ഈ നോമ്പ് തുടങ്ങിയിട്ട് 25-നാകട്ടെ എന്ന് നമ്മളോട് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. 40-ാം വെള്ളിയാഴ്ച മുതലേ പറ്റുള്ളൂ എന്നും നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെയാകട്ടെ, മാറ്റിവെച്ച് എന്നിലെ ദൈവബോധം അപഹരിക്കപ്പെട്ടു. കീറിപ്പോയ ഒന്നാം പാഠം. അതുകൊണ്ട് ഞാൻ 40 രാവും 40 പകലും വീണു കിട്ടുന്നു. ലെന്റ് ഈസ് എ ടൈം ടു റിമെമ്പർ ദ ബ്രോക്കൺ കമാൻഡ്മെന്റ്സ്. ദ ഫസ്റ്റ് കമാൻഡ്മെന്റ്, ആക്ട്സ് 24 വേഴ്സസ് 24 and 25. അവിടെ റോമൻ ഗവർണറായ ഫെലിക്സ് തന്റെ ഭാര്യ ദ്രുസിയ, ഒരു ജൂയിഷ് വിമൺ ആണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിർബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അന്ന് റോമിലുണ്ട്, അവസാന കാലമാണ്. ഈ റോമൻ ഗവർണറായ ഫെലിക്സ് തന്റെ എല്ലാ അലങ്കാരങ്ങളോടും കൂടെ പൗലോസിന്റെ പ്രസംഗം കേൾക്കാണ്. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ 3 തീം അതിനകത്തുണ്ടായിരുന്നു. ആക്ട്സ് 24 നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ജസ്റ്റിസ്, കമ്മിങ് ജഡ്ജ്മെന്റ് ആൻഡ് സെൽഫ് കൺട്രോൾ. നീതി, ഇന്ദ്രിയ ജയം, ന്യായവിധി എന്നിവയെക്കുറിച്ച് ആ പ്രഭാഷണത്തിൽ കേട്ടപ്പോൾ ഈ ഫെലിക്സ് പറഞ്ഞു, താല്പര്യത്തോടെ തുടങ്ങിയതാണ്. ഗോ അവേ ഫോർ ദ പ്രസന്റ്, വെൻ ഐ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ഐ വിൽ സെൻഡ് ഫോർ യു. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ വിളിപ്പിക്കാം. ഈ ഒരു ചെറിയ വരി നമ്മൾ അടിവരയിടേണ്ടതാണ്. പിന്നെ ആകട്ടെ, അദ്ദേഹം പറയുന്നത്, പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്, ഞാൻ താല്പര്യത്തോടെയൊക്കെയാണ് വന്നത്, നിന്റെ പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ വിളിപ്പിക്കാം. ഗോ അവേ ഫോർ ദ പ്രസന്റ്, വെൻ ഐ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ഐ വിൽ സെൻഡ് ഫോർ യു. അവസരം വരുമ്പോൾ ഞാൻ വിളിപ്പിക്കാം. ഇത് നമ്മുടെ വാക്കല്ലയോ? 2025 ലണ്ടൻ സീസണിൽ നമ്മുടെ വാക്കല്ലയോ? വെൻ ഐ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമേ 2026-ൽ പറയാൻ പറ്റുമോ? വെൻ ഐ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. ഈ വർഷം ഇങ്ങനെ പോകട്ടെ. വേണ്ട, മിഡ്ലൻഡിന് ശേഷം പറയാൻ പറ്റുമോ? വെൻ ഐ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണെങ്കിൽ ഫെലിക്സിന്റെ വാക്ക് നമ്മുടെ ഈ വാക്കാണ്. പിന്നെ ആകട്ടെ, മാറ്റിവെച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് 50 ദിവസം ഒറ്റ ക്ലിക്കിൽ എല്ലാം കൈവരുന്ന കാലമാണ്. ഒറ്റ ക്ലിക്കിൽ പ്രണയവും സെക്സും ഫുഡും സ്വിഗ്ഗി സൊമാറ്റോ ഉൾപ്പെടെ എല്ലാം ഒറ്റ ക്ലിക്കിൽ എല്ലാം കിട്ടുന്ന ഒരു കാലത്ത് 50 ദിവസം ഇങ്ങനെ തുടരെ ക്ലിക്ക് ചെയ്യുക ബോറാണ്. അത് അക്ഷമയുടെ കാലമാണ്. അക്ഷമയിലാണ് കുട്ടികൾ ഇന്ന് പൊട്ടിത്തെറിക്കുന്നത്.
ആസ്വാദനങ്ങളുടെ വേലിയേറ്റം ആരാധനയെ അലസമാക്കിയ ഒരു കാലത്ത് മോശയുടെ വരികൾ നമുക്ക് ഹൃദയത്തിൽ എഴുതാം. I lay prostrate before the Lord because my commandments are broken. എന്റെ പ്രമാണങ്ങൾ ഉടഞ്ഞു പോയതുകൊണ്ട് ഞാൻ വീണ് കിടക്കുകയാണ്. I stayed there എന്നല്ല, I lay prostrate. ഇങ്ങനെ വല്ലാത്തൊരു കാലത്തിലാണ് മഗ്ദലക്കാരിയുടെ കരച്ചിൽ നമ്മുടെ കരച്ചിലാകേണ്ടത്. എന്റെ കർത്താവിനെ ആരാണ് മോഷ്ടിച്ചത്? ഉയർപ്പിന്റെ പുലരിയിൽ അവരുടെ വിലാപമാണ്. പിന്നെയാകട്ടെ. പണ്ടൊക്കെ പള്ളിയിൽ പോകുവാൻ നേരവും സമയവും കണിശമായി കണ്ടിരുന്നു. പണ്ടൊക്കെ പള്ളിയിൽ പോകുവാൻ നേരവും സമയവും കണിശമായി കണ്ടിരുന്നു. തിരക്കിന്റെ പേരിൽ ഞാൻ സൗകര്യപൂർവം ദൈവത്തിൻ കാര്യങ്ങൾ മറന്നിടുന്നു. തിരക്കിന്റെ പേരിൽ ഞാൻ സൗകര്യപൂർവം ദൈവത്തിൻ കാര്യങ്ങൾ മറന്നിടുന്നു. We substitute Jesus Christ for our convenience. പ്രിയപ്പെട്ടവരെ, ആസ്വാദനങ്ങളുടെ കാലത്ത് പർവ്വതത്തിന്റെ താഴെ അതായിരുന്നു. മോശ ഇറങ്ങി വന്നപ്പോൾ വലിയ ഫ്യൂഷൻ അഹറോന്റെ നേതൃത്വത്തിൽ. പുറപ്പാട് എക്സോഡസ് 32 ഒന്ന് വായിക്കേണ്ടതാണ്. ആഫ്റ്റർ ദിസ് റിട്രീറ്റ് ഞാൻ നിങ്ങളോട് ഹംബ്ലി റിക്വസ്റ്റ് ചെയ്യൂ. മോശ ഏറ്റവും കോപിച്ചത് 1-ാം പ്രമാണ ലംഘനത്തിലാണ്. മോശ ഏറ്റവും കോപിച്ചതും വീണുകിടന്നതും 1-ാം പ്രമാണ ലംഘനത്തിലാണ്. ജനത്തോട്, അഹറോനോട് അദ്ദേഹത്തിന്റെ കോപം നിങ്ങൾ നോക്കിക്കേ. 32-ലെങ്ങും ഈ ജനം മറ്റു ദേവന്മാരിലേക്ക് പോയതായി പറയുന്നില്ല. അഹറോൻ പറഞ്ഞത് ഹോമയാഗങ്ങളും സമാധാനയങ്ങളും ഉണ്ട്, എന്നിട്ട് പറഞ്ഞ് ഇത് യഹോവയുടെ ഉത്സവം. പക്ഷെ ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. സംവത്സരത്തിൽ 3 ഉത്സവം മാത്രമേ, 3 ഫെസ്റ്റിവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ജനത്തിന്റെ ഇഷ്ടമനുസരിച്ച് അവരുടെ ദൈവബോധത്തെ അവരുടെ ഇഷ്ടമനുസരിച്ച് ഫ്രെയിം ചെയ്യുക അഹറോൻ അവിടെ. എന്നിട്ട് പറയാണ് ഇതൊരു ഉത്സവമാണ്. ഒരു ഇടവകയിലും തുടങ്ങാത്തതാണ്, ഒരു ഡയോസിസിലും തുടങ്ങാത്തതാണ്. നമ്മൾ തുടങ്ങാണ്. ഇത് ജനത്തിന്റെ ഉത്സവം. എന്റർടൈൻമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്തു എന്നുള്ളതാണ് എക്സോഡസ് 32:6. കുർബാനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും ഉണ്ട്. ബട്ട് ആഡഡ് ലിറ്റിൽ എന്റർടൈൻമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്തു. ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് തന്നെയാണ്. പള്ളികൾ എന്റർടൈൻമെന്റ് ഫോക്കസ്ഡ് ആയി. ശൂന്യത നികത്താനുള്ള ശ്രമം ആരാധനയിലെ കോപ്രായമായി മാറി. അവിടെ അത് പറഞ്ഞാൽ എത്ര മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. നാട്ടിൽ അത് കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു. ആ പർവ്വതത്തിന്റെ താഴെ സംഭവിച്ച കുറ്റം, ഈ കൽപ്പനകൾ നഷ്ടപ്പെട്ടതിന്റെ കാരണം പാകമല്ലാത്തത് ധരിക്കുവാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. പാകമല്ലാത്തത് ശീലിക്കാൻ, ഇല്ലാത്ത ഒന്നിനെ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അവിടെയാണ് ഈ കമാൻഡ്മെന്റ്സ് എല്ലാം ബ്രോക്കൺ ആയത്. അവിടെയാണ് വീണ് കിടക്കുന്നത്. ദാവീദ് ശീലമല്ലാത്തത് അഴിച്ചു വെച്ചു. ഗോലിയാത്തിനോട് പോരാടാൻ വേണ്ടി കിളുന്തു പയ്യൻ ബുള്ളറ്റ് പ്രൂഫും ഒക്കെ ഇട്ടിട്ടാണ് നടന്നപ്പോൾ ദാവീദിന് മനസ്സിലായി ഇതെനിക്ക് പറ്റിയതല്ല. ശീലമല്ലാത്തത് അഴിച്ചു വെച്ചപ്പോൾ ദാവീദ് പിശാചിനോട് ജയിക്കുക. ഇന്ന് നമ്മുടെ മോഡേൺ സ്പിരിച്വാലിറ്റി ശീലമല്ലാത്തൊരു സുറിയാനി ക്രിസ്ത്യാനി എടുത്ത് അണിയാൻ നിൽക്കുകയാണ്. അവിടെ 50 ദിവസത്തെ നോമ്പെന്ന് പറയുന്നൊരു മുഷിപ്പനാണ്. ഈ ലെൻഡ് അല്ലേ, അത് മുഷിപ്പനാണ്. അതിനേക്കാൾ എളുപ്പമുള്ള കാര്യങ്ങളുണ്ട്. ശീലമല്ലാത്തത്, പാകമല്ലാത്തത് ധരിക്കാണ്. സുറിയാനി ക്രിസ്ത്യാനിക്ക് ശീലിക്കാൻ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ, എന്നില ശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല എന്ന് പറഞ്ഞാൽ ശീലിക്കാത്തവരൊന്നും എന്നിൽ ചേർന്ന് വരികയില്ല. ദാവീദ് ശീലമല്ലാത്തവർ മാറ്റിവെച്ചതുകൊണ്ട് പിശാചിനെ ജയിച്ചു.
ഒരു കാര്യം പറയാൻ ഇഷ്ടം തോന്നും. ദാവീദേ, ദൈവം കൂടെയുണ്ടെങ്കിൽ കല്ല് മതി. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ, ദൈവം കൂടെ ഇല്ലെങ്കിൽ വാള് പോലും പോരാ, ഞങ്ങളുടെ കയ്യിൽ ഒരു വാളുണ്ട്, അതെടുത്താൽ മതിയോ എന്നാണ് 1 മണിക്കൂർ മുമ്പ് ചോദിച്ചത്. അത് മതി. പക്ഷെ ഉന്നം കൃത്യമായതുകൊണ്ട് ചെവിയാണ് പോയത്. ദൈവം കൂടെ ഇല്ലാത്തവന്റെ കയ്യിൽ വാളും ഒരു കാര്യമില്ല. ദൈവം കൂടെയുള്ളവന്റെ കയ്യിൽ കല്ല് മതി. സൈന്യത്താലല്ല, ശക്തിയാലല്ല. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. ഈ മോശ വീണ് കിടന്ന പർവ്വതത്തിന് താഴെ സംഭവിച്ചത് ശീലമല്ലാത്തത് ശീലമാക്കുവാൻ ശ്രമിച്ചതല്ല, പാകമല്ലാത്തത് ശീലിക്കാൻ ശ്രമിച്ചതാണ്. ശൂന്യത നികത്താനുള്ള ശ്രമം കോപ്രായമായി ആരാധനയിൽ മാറിയതാണ്. എന്റർടൈൻമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഈ കുറവുകളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ ഇന്ന് നമ്മുടെ ലിറ്റർജിയിലും വർഷിപ്പിലും നമ്മുടെ സ്പിരിച്വാലിറ്റിയിലും ഇല്ലേ? സോ അതുകൊണ്ട് മോശയെ പോലെ പറയാം, ലെറ്റ് ഈസ് എ ടൈം ടു റിമെമ്പർ ദ ബ്രോക്കൻ കമാൻഡ്മെന്റ്സ്. ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്ത് ഐ ലേ പ്രോസ്ട്രേറ്റ് ബിഫോർ ദ ലോർഡ്. വീഴാതിരിക്കാൻ വേണ്ടി വീണ് കിടക്കുന്ന കാലമാണ് നോമ്പ്. പിശാച് വീഴ്ത്താതിരിക്കാൻ വേണ്ടി സീനായിൽ വീണ് കിടക്കുന്ന കാലമാണ് നോമ്പ്. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ അറിയാം, ഡ്യൂട്ടറോണമി 9:26. ആ നോമ്പ് കാലത്ത് ആ വീണ് കിടന്നുകൊണ്ട് മോശ 4 പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചത്? ഐ പ്രേഡ് ടു ദ ലോർഡ് ആൻഡ് സെഡ്, ലോർഡ് ഗോഡ്, ഡു നോട്ട് ഡിസ്ട്രോയ് ദ പീപ്പിൾ who are your very own possession, whom you redeemed in your greatness, whom you brought out of Egypt with mighty hand. Remember your servants Abraham, Isaac and Jacob. Pay no attention to the stubbornness of these people, their wickedness and their sin. 4 കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചത്. 1, നിന്റെ ജനത്തെ നശിപ്പിക്കരുതേ. സെക്കൻഡ് വൺ, പിതാക്കന്മാരെ ഓർക്കണമേ. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിട്രീറ്റ് അവിടെ തീരരുത്. ഇതിന്റെ ബാക്കി റീഡ് ചെയ്യണം. ഡ്യൂട്ടറോണമി 9:26. 1, നിന്റെ ജനത്തെ നശിപ്പിക്കരുത് കർത്താവേ, ഡു നോട്ട് ഡിസ്ട്രോയ് ദ പീപ്പിൾ. 2, റിമെമ്പർ യുവർ സെർവൻസ് ഓ ഗോഡ്, പിതാക്കന്മാരെ ഓർക്കണമേ. 3, സമൂഹത്തിൽ ഈ ജനത്തെ നിന്ദയാക്കരുതേ. അപമാനത്തിന്റെയും നിന്ദയുടെയും തെറ്റിദ്ധാരണകളുടെയും കാലഘട്ടത്തിൽ. 4, നിന്റെ ജനത്തിന്റെ ശഠതയും പാപവും ഓർക്കരുത്. ദുശാഠ്യമുള്ള ജനം. എന്നാൽ ആ 4 റിക്വസ്റ്റ് ആണ്. നിന്റെ ജനത്തിന്റെ ശഠതയും പാപവും ഓർക്കരുത്. പക്ഷെ ആ പ്രാർത്ഥന, ആ വീണ് കിടക്കുന്ന കാലത്ത് മോശ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയിൽ സ്വന്തം ഐഡന്റിറ്റി അഥവാ പ്രിവിലേജ് മോശ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നിന്റെ ജനവും അവകാശവുമല്ലോ. എന്നെ കേൾക്കുന്ന സുറിയാനി ക്രിസ്ത്യാനി സഹോദരി, നമുക്കൊരു പ്രിവിലേജ് ഉണ്ട്. അത് ന്യൂ ബോൺ ചർച്ചസിനുള്ള പ്രിവിലേജ് അല്ല. ഞങ്ങൾ നിന്റെ ജനവും അവകാശവും കൈപ്പണിയുമല്ലോ. നമ്മുടെ നമസ്കാരങ്ങളിലെല്ലാം ഈ പ്രിവിലേജ് ആണ് നമ്മളെ ഓർപ്പിക്കുന്നത്. മാമോദീസായുടെ വെള്ളം എന്നിൽ സ്ഥിതി ചെയ്യുന്നയ്യോ, കന്യകമറിയാമിൻ മകനേ കരുണ ചൊരിഞ്ഞിടണമിപ്പോൾ എന്ന് പറഞ്ഞാൽ മാമോദീസായുടെ വെള്ളം, മാമോദീസായുടെ റൂഷ്മ നമ്മിലുണ്ട്. അത് നമ്മുടെ പ്രിവിലേജാ. എപ്പോഴും അവനവന്റെ ഐഡന്റിറ്റി പ്രാർത്ഥനയിൽ ഐഡന്റിഫൈ ചെയ്യണം. ഓർക്കണമേ നിൻ തിരുഗാത്രം ഭക്ഷിച്ചവനാണല്ലോ ഞാൻ, കന്യകമറിയാമിൻ മകനേ കരുണ ചൊരിഞ്ഞിടണമപ്പോൾ. ഈ മേഴ്സി, ഗ്രേസ്, അതിന്റെ മറുവശമാണ് നമ്മുടെ പ്രിവിലേജ്. നമ്മുടെ പദവിയുടെ മറുവശത്താണ്. ആ പദവി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തോട് കരുണ യാചിക്കുന്നത്. മോശ നോമ്പ് കാലത്ത് വീണ് കിടന്ന് തൻ്റെ ജനത്തിന്റെ പ്രിവിലേജ് ദൈവത്തോട്, തന്റെ പദവിയെ കുറിച്ച് ഓർക്കുകയാണ്. സുറിയാനി ക്രിസ്ത്യാനി പ്രാർത്ഥിക്കാൻ സഭയുടെ പിതാക്കന്മാർ പാമ്പാക്കുട നമസ്കാരത്തിൽ നമ്മുടെ മനോഹരമായ പ്രാർത്ഥനാക്രമങ്ങളിലും ഈ മാമോദീസ ഇടറൂഷ്മായും
പരിശുദ്ധ ശ്ലീബയുടെ അടയാളവും ജീവന്റെ കുർബാനയുടെ മുദ്രയും ഒക്കെ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കാനാ പറയുന്നത്. അത് നമ്മുടെ സുവിശേഷ ഗീതങ്ങളിൽ തപ്പിയാ കിട്ടുകയല്ല, ഉണർവ് ഗീതങ്ങളിൽ അത് കാണുകയല്ല. ഇത് ഈ സഭയുടെ ചർച്ചിന്റെ ഐഡന്റിറ്റിയാണ്. ഈ ഐഡന്റിറ്റി നമ്മുടെ ഐഡന്റിറ്റിയാണ്. പ്രാർത്ഥനയിൽ സ്വന്തം ഐഡന്റിഫൈ ചെയ്യുന്ന കാലമാണ് വീണ് കിടന്ന് മോശ പ്രാർത്ഥിക്കുന്നത്. വി ആർ എലക്റ്റഡ്, വി ആർ സെലക്റ്റഡ്, വി ആർ അപ്പോയിന്റഡ്, വി ആർ അനോയിന്റഡ്. വി ഹാവ് 4 ക്രിസ്ത്യൻ പ്രിവിലേജസ്. വി ആർ എലക്റ്റഡ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ നമ്മെ തെരഞ്ഞെടുത്തു. 2 സെക്കൻഡ് 1 വി ആർ സെലക്റ്റഡ്. രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി. ഇറ്റ് സെലക്ഷൻ. Third one is we are appointed. Fourth one is we are anointed. നമുക്കൊരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് ഈ ഐഡന്റിഫിക്കേഷൻ, ധൂർത്തപുത്രന്റെ കഥയിൽ സുബോധം വന്നിട്ട് എന്നൊരു വാക്കാണ് ആ കഥയുടെ ബൾബ് എന്ന് പറയുന്നത്. ആ കഥയിലെ ബൾബ് എന്ന് പറയുന്നത്, ലൈറ്റ് എന്ന് പറയുന്നത്, പ്രൊഡിഗൽ സണ്ണിന്റെ പാരബിളിൽ സുബോധം വന്നു എന്നൊരു വാക്കാണ്. അവൻ സുബോധം വന്നിട്ട്, ആ കഥയുടെ ക്ലൈമാക്സിലാണല്ലോ അത്. അവൻ എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു സുബോധം വന്നപ്പോൾ ധൂർത്തപുത്രൻ 5 ക്വസ്റ്റ്യൻ സ്വയം ചോദിച്ചു. 1, എനിക്ക് എന്തു പറ്റി? വാട്ട്സ് റോങ് വിത്ത് മീ? നമ്മൾ നാട്ടുകാരോടൊക്കെ ചോദിക്കാറുണ്ട്, ഇവിടെ നിനക്ക് എന്നാ പറ്റിയത്? കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മൾ നാട്ടുകാരോട് ചോദിക്കും, നിനക്ക് എന്നാ പറ്റിയത്? പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ എനിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കേണ്ട കാലമാണ് സീനായി. വാട്ട്സ് റോങ് വിത്ത് മീ? എനിക്ക് എന്നാ പറ്റിയത് ഈ അടുത്ത കാലമായിട്ട്? ധൂർത്തപുത്രൻ സ്വയം ചോദിച്ച 2ാമത്തെ ചോദ്യം, വേർ ഡിഡ് ഐ കം ഫ്രം? ഞാൻ എവിടെ നിന്ന് പോന്നു? വേർ ഡിഡ് ഐ കം ഫ്രം? ഞാൻ അപ്പന്റെ വീട്ട് ഉണ്ടായിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ട മഹത്വം അതോർക്കാണ്. ഞാൻ ഇവിടെ നിന്നാ പോന്നെ. ഇറങ്ങി ഒരു ഡിസെൻഷൻ പ്രോസസ്സാണ്. പരിചയക്കാരിലൂടെ, കൂട്ടുകാരിലൂടെ, പന്നിയിലൂടെ, അതിലും താഴെ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്നുള്ള ന്യായപ്രമാണത്തിന്റെ നീതി പോലും അയാൾക്ക് കിട്ടിയിട്ടില്ല. ആടുജീവിതത്തിലെ നജീബിന്റെ അവസ്ഥയാണ്, തവിട് പോലും കിട്ടുന്നില്ല. വേർ ഡിഡ് ഐ കെയിം ഫ്രം? 3, എന്റേതെല്ലാം ഇവിടെ. അയാൾ സ്വയം ചോദിക്കുകയാണ്, എനിക്ക് മോതിരം ഉണ്ടായിരുന്നു, മാലയുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി പദവികളുണ്ടായിരുന്നു, പക്ഷേ വേർ ഈസ് ഓൾ മൈൻ? എന്റേതെല്ലാം എവിടെ? അത് സുബോധത്തിന്റെ ലക്ഷണമാണ്. നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ എനിക്കുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ. നമ്മളും ചോദിച്ചേ, ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്, ഗോ ബാക്ക് ടു യുവർ എയർലി ഇന്നസെൻസ്. അതാണ് ധൂർത്തപുത്രനോട് ആ സുബോധം പറയുന്നത്. 4ാമത് അയാൾ ചോദിക്കുന്നു, ഞാൻ ഇപ്പൊ എവിടെയാ? വേറെ ആമൈനവും, ഈ പന്നിയുടെ ഇടയ്ക്കാണ് ഞാൻ കിടക്കുന്നത്. പക്ഷെ നമ്മൾ വീണ് കിടക്കുന്നത് നികൃഷ്ടത സ്വയം അറിയുന്നില്ല. ആരുടെ കൂടെ പോയിരുന്നു നമ്മൾ കമ്പനി കൂടും, ആരുടെ കൂടെ വേണമെങ്കിലും നമ്മൾ കൂടിക്കോളും. വേറെ ആമൈനാവും, ഞാൻ ഇപ്പൊ എവിടെയാ? പ്രൊഡിഗൽ സൺ സ്വയം ചോദിച്ച 5ാമത്തെ ചോദ്യം, വൈ ഡിഡ് യു കം? എന്തിന് ഞാൻ ഇവിടെ വന്നു? എനിക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് അയാൾ ഐഡന്റിഫിക്കേഷൻ. അവിടെയാണ് അപ്പന്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് നോമ്പെന്ന് അയാൾക്ക് മനസ്സിലായത്. അപ്പന്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് താഴ്വരയിൽ കിടന്നിട്ട്. അകലങ്ങളിലെ അപ്പൻ എനിക്ക് മതിയായവനെന്ന് ഉറക്കെ പറയുകയാണ്. എനിക്ക് എന്തു പറ്റി? ഞാൻ എവിടെ നിന്ന് പോന്നു? എന്റേതെല്ലാം എവിടെ? ഞാൻ ഇപ്പോൾ എവിടെ? എന്തിനു വന്നു? നോമ്പ് ഇങ്ങനെ വീണ് കിടക്കാണ്. ഒരാളുടെ ഐഡന്റിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നു, അയാളുടെ പ്രിവിലേജസ് ഓർക്കുന്നു. ധാരാളം കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിന്റഡ് ആൻഡ് അനോയിന്റഡ്. ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു 5 ക്വസ്റ്റ്യൻസ് അവിടെ ജനറേറ്റഡ് ആവുന്നുണ്ട്. നോമ്പ്. മോശ കയറിപ്പോയപ്പോൾ വെട്ടിയെടുത്ത കല്ലുകൾ, മിനുസപ്പെടുത്തിയ പലകൾ, കല്ലാണ്, സ്റ്റോൺ ടാബ്ലറ്റ്സ് ആണ്, തിരികെ പ്രമാണങ്ങളാണ്. കല്ല് മാർദ്ദവുമില്ലാത്തതും വളഞ്ഞൊടിഞ്ഞതും വക്കൊടിഞ്ഞതും പരിവരുത്തതും. പക്ഷെ തിരികെ വരുമ്പോ വിരൽ തുമ്പൊന്നു തൊട്ടാൽ
അല്ലേ? ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതി. തമ്പുരാന്റെ വിരൽ തൊട്ടപ്പോ കല്ലിങ്ങനെ മൃദുവായി. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ആ വിരൽ തൊട്ടപ്പോ വഴങ്ങിക്കൊടുത്തു. ഈ 40 ദിവസം കൊണ്ട് ഈ കല്ലിന് മാറ്റം ഉണ്ടാവും. അതേത് കല്ലാണെന്ന് എന്നെ കേൾക്കുന്ന ഏതാണ്ട് 100-ലധികം പാർട്ടിസിപ്പൻസിന് ചിന്തിക്കാവുന്നതാണ്. ഈ കല്ലിന് മാറ്റം ഉണ്ടാകുമോ? Deuteronomy 10:5 ഒന്ന് വായിച്ചേക്കണം. പെട്ടകത്തിൽ പലക വെച്ചു, അവ അവിടെ തന്നെ ഉണ്ട്. എത്ര നാളായിട്ട് നമ്മൾ സീനായി ഇറങ്ങി വന്നിട്ടുണ്ട് ഉയർപ്പിൽ? കൊണ്ടുവന്നതൊക്കെ അവിടെ തന്നെ ഉണ്ടോ? ഞാനാകുന്ന ശരീരാത്മദേഹികളാകുന്ന പെട്ടകത്തിൽ അവ അവിടെ തന്നെ ഉണ്ടോ? ഒരു ചോദ്യമാണ്. മോശ 2 തവണ സീനായിൽ കയറിപ്പോയതിനെ രണ്ടാമത്തെ നമ്മൾ എടുത്തിരുന്നത്. Then is a time to remember the broken commandments. ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്ത് വീണ് കിടക്കണം. കാണുന്ന മേഖലയിലെ തകർച്ചയ്ക്ക് കാരണം കാണാത്ത മേഖലയിലെ പ്രാർത്ഥന നഷ്ടപ്പെട്ടതാണ്. കാണുന്ന മേഖലയിലെ അനുഗ്രഹത്തിന് കാരണവും കാണാത്ത മേഖലയിലെ വിശുദ്ധിയും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് താഴ്വരയിലെ ചില ആഘോഷങ്ങൾക്ക് മലയുടെ മുകളിൽ കപ്പം കൊടുക്കേണ്ടി വരികയാണ്. എന്റർടൈൻമെന്റ് എക്സ്ട്രാ ആർഡറായി. കീറിപ്പോയത് 1-ാം പാഠമാണ്. നമുക്ക് ആ 1-ാമത്തെ ഒരു ഭാഗം അവസാനിപ്പിക്കുമ്പോൾ നമുക്കിങ്ങനെ അതിനെ കൺക്ലൂഡ് ചെയ്യാം. എന്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു, എന്റെ 1-ാം പാഠം കീറിപ്പോയി. ഇടപ്പാടങ്ങൾ കീറാത്തതിനെ ഓർത്ത് കുംഭസാരത്തിൽ എനിക്ക് പാപമില്ല എന്ന് പറയരുത്. ഇടപ്പാടങ്ങൾ കീറാത്തോർത്ത് 5-ാം കൽപ്പന, 6-ാം കൽപ്പന, 7-ാം കൽപ്പന ഒക്കെ സുരക്ഷിതമാണ് നമ്മുടെ കൊല്ലപ്പരീക്ഷയിൽ. ഈ കൺഫെഷൻ വേണ്ടത് കീറിപ്പോയ അവസാന പാഠം. ഒന്നിനെയും മോഹിക്കരുത്. ഇന്ദ്രിയ ജയത്തിന്റെ പ്രത്യേകത ഇന്ദ്രിയ ജയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കൽപ്പനയാണ്. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ വിളിപ്പിക്കും. ഇങ്ങനെയൊന്നും പറയരുത്. വളരെ മനോഹരമായൊരു വാക്യം. വി ആർ ദ ലിവിങ് ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ജീവനുള്ള അക്ഷരമായി മാറുന്നത് വീണ് കിടക്കുന്ന കാലത്ത് ഉയരത്തിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിലാണ്. അക്ഷരം നാശമുള്ളതെന്നാണ്, അക്ഷരം നാശമില്ലാത്തത്. നാശമില്ലായ്മയെ വാർക്കുന്ന മൂശ മാമോദീസ വെള്ളത്തിൽ മേലുള്ള പ്രാർത്ഥനയാണ്. നാശമില്ലായ്മയെ വാർക്കുന്ന മൂശ മാമോദീസ വെള്ളത്തിനുള്ള ബാപ്റ്റിസം വാട്ടറിന് മേലുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ ജീവനുള്ള നാശമില്ലായ്മയുടെ അക്ഷരങ്ങളായി മാറുന്നത്, ജീവന്റെ അക്ഷരങ്ങളായി മാറിയത് അങ്ങനെയാണ്. രണ്ടാമത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എബിഎച്ചിനോട് ഈ ടൈമിംഗ് ചോദിച്ചിരുന്നില്ല. അതെന്റെ മിസ്റ്റേക്കാണ്. അച്ഛനൊന്ന് പറഞ്ഞോണേ. ഞാൻ എപ്പോഴാ തുടങ്ങിയെന്ന് പോലും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് മറന്നുപോയി. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പോർഷനിലേക്ക് പോകാം. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ 40 രാവും അതിലെ പ്രോസ്റ്റഡ് ബിഫോർ ദ ലോർഡ് 40 രാവും 40 പകലും ത്രൂ ഔട്ട് ദ 40 days and 40 nights. എന്തിനാണ് വീണ് കിടക്കുന്നത്? അതിന്റെ രണ്ടാമത്തെ ഒരു തോട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. കരുണാവാതിലിന്റെ പൂട്ട് കണ്ണുനീർത്തുള്ളി കൊണ്ട് തുറക്കുന്ന കാലമാണ് ഈ നോമ്പ്. കരുണാവാതിലിന്റെ പൂട്ട് അല്ലേ? മേഴ്സി ഡോർ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട്. മേഴ്സി ഡോർ. ടിയർ ഡ്രോപ്സ് ഈസ് ദ കീ ടു ഓപ്പൺ മേഴ്സി ഡോർ. കരുണാവാതിലിന്റെ പൂട്ട് കണ്ണുനീർത്തുള്ളി കൊണ്ട് തുറക്കുന്ന കാലമാണ്. മോശ കയറിപ്പോകുമ്പോൾ 3000 പേരുടെ മരണവും അടക്കവും കഴിഞ്ഞാണ് കയറിപ്പോകുന്നത്. ആ കൽപ്പലക പൊട്ടിച്ച് അവിടെ പിന്നീട് ഒരു ബാധയൊക്കെ സംഭവിക്കുന്നു. വാളിന്റെ വായ്ത്തല കൊണ്ട് വീഴുന്ന 3000 ഇസ്രായേല്യർ, 10,000 പേരുടെ പെടുമരണം. ആ മരണത്തിന്റെ ചോരയുടെ മണം സീനായ് മലയുടെ താഴ്വരയിൽ തളം കെട്ടിയ ഒരു വൈകുന്നേരത്താണ്
ആ വൃദ്ധൻ പിന്നെയും ആ പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നത്. ഈ മരണത്തിന്റെ ദുർഗന്ധവും ഈ ബാധയുടെ വല്ലാത്ത സങ്കടവും എല്ലാം ചേർന്ന് അദ്ദേഹം വീണ് കിടക്കുകയാണ്. ദൈവമേ, നശിപ്പിക്കരുതേ. ഇത് ചോരയുടെ മണം മാറാത്തൊരു കാലമാണ്. കേരളം വല്ലാത്തൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹിംസ, വയലൻസ്, ഹീറോയിസത്തിലേക്കുള്ള പാഠമാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ധരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മക്കൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കണക്ക് 78 80 കൊലപാതകങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 60 62 ദിവസങ്ങൾക്ക്. ചോരയുടെ ചാലിൽ നിന്നാണ് ഒരു വൃദ്ധൻ ഹസീനായിൽ വീണ് കിടന്നത്. അതിന്റെ മധ്യ കയറിപ്പോയ ആളാണ്. ആ ബാധ പോലെ കാലം നമ്മുടെ മുമ്പിലും അങ്ങനെ തന്നെയാണ്. കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് ഭൂമിയിലെ സകലമാന പ്രാർത്ഥനകൾ. ബൈബിളിൽ ദൈവത്തിന്റെ കോപം എന്ന വാക്കുണ്ട്, ക്രോധം എന്ന വാക്കുണ്ട്, റാത്തുണ്ട്, ആങ്കറും ഉണ്ട്. കോപത്തിന്റെ ഹയർ ഡിഗ്രി ആണല്ലോ ക്രോധം. 546 തവണ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ക്രോധം. വലിയ നോമ്പിന്റെ ഒരു തീം ഒറ്റ വരിയിൽ എടുത്താൽ 2 പ്രാർത്ഥനകളേ ഉള്ളൂ. ഒന്ന്, ദൈവമേ, ഞങ്ങളുടെ പാപത്തിൽ ഞങ്ങൾ നശിക്കരുത്, നിന്റെ ക്രോധത്തിൽ ഞങ്ങൾ മാഞ്ഞു പോകരുത്. 546 തവണയാണ് ക്രോധം. എന്താണ് ക്രോധം? റാത്ത്. ദൈവത്തിന് പാപത്തോടുള്ള വെറുപ്പിന്റെ പേരാണ് ക്രോധം. ദൈവത്തിന് പാപത്തോടുള്ള വെറുപ്പിന്റെ പേരാണ് ക്രോധം. ഞാൻ ഇനി പറയാൻ പോകുന്ന വരി വളരെയധികം ഇഷ്ടമാണ്. ബൈബിൾ എടുത്ത് നോക്കിക്കോളൂ. ക്രോധത്തിന്റെ ക്യാൻവാസിലാണ് ദൈവം കരുണയുടെ ചിത്രം വരച്ചത്. ക്രോധത്തിന്റെ ക്യാൻവാസിലാണ് ദൈവം കരുണയുടെ ചിത്രം വരച്ചത്. ഈ യോനായുടെ പുസ്തകം അവസാനിക്കുമ്പോ 1,20,000 ചില്ലുവാനം എന്ന് പറയുന്നില്ലേ? ഈ ചില്ലുവാനത്തിൽപ്പെട്ട ഒരാളാണ് നമ്മൾ. ചില്ലുവാനത്തിൽ ശരിക്കും നിങ്ങൾക്കറിയുമോ, നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ലൂക്കോസ് 12 2 കാശിന് 5 കുരുവി വിൽക്കുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2 കാശിന് 5 കുരുവി. എന്നെ കേൾക്കുന്നവർക്ക് ഈ കണക്കിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? മറുപടി പ്രതീക്ഷിക്കുന്നില്ല. 2 കാശിന് 5 കുരുവി എന്ന് പറഞ്ഞാൽ 1 കാശിന് എത്ര കുരുവി ഉണ്ടാവും? 2.5 കാൽക്കുലേറ്റർ 2.5 വളരെ സന്തോഷം മറുപടിക്ക്. എവിടെ നിന്നോ കേട്ട അശരീരിയുടെ മറുപടിക്ക്. പക്ഷെ നമുക്കൊരിക്കലും പറ്റില്ലല്ലോ, 2.5 കുരുവിയായിട്ട് വിൽക്കാൻ പറ്റില്ല. അത് കാൽക്കുലേറ്ററിൽ യന്ത്രം തരുന്ന ഉത്തരമാണ്. പക്ഷേ നാട്ടിലൊക്കെ 2 കിലോ 4 കിലോ സവാള 100, പക്ഷെ 2 കിലോ മേടിച്ചാൽ ചിലപ്പോൾ 70 കൊടുക്കേണ്ടി വരും. ഈ കൂടുതൽ മേടിക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ശരിക്കും 1 കാശിന് 2 കുരുവിയാണ്. 2 കാശിന് 4 കുരുവിയേ ഉള്ളൂ. പക്ഷെ 2 കാശിന് മേടിക്കുന്നത് കൊണ്ട് 5. The 5th one is extra. I am the 5th sparrow. യോനായുടെ പുസ്തകത്തിന്റെ ക്രോധത്തിന്റെ കടൽ ഒഴുകി പരക്കുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ അവസാനത്തെ ഒരൊറ്റ വാക്ക് മതി കരയാൻ, ചില്ലുവാനം. അതാണ് 5th sparrow. കണക്കിപ്പെടാത്തതാണ്. I am the 5th sparrow. 2 കാശിന് 5 കുരുവി. അത് ബൈബിൾ പറയുന്ന ദീനോറോ അല്ല. 1 ദീനോറോയുടെ 1/6 അസാറിയോൺ. 6 അസാറിയോൺ ചേരുന്നതാണ് 1 ദിനോറോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അസാറിയോൺ ആണ്. എന്ന് പറഞ്ഞാല് ഒരു 50 പൈസയുടെ വില പോലും ഇല്ല അസാറിയോൺ. അത്ര ഏറ്റവും ചെറിയ നാണയമാണ്, ചില്ലറത്തൊട്ടാണ്. 1 അസാറിയോണിന് 2 സ്പാരോ ആണ്. 2 അസാറിയോണിന് 5 സ്പാരോ. ഈ 5th one is extra one. ശരിക്കും ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തുറക്കപ്പെട്ട ബൈബിളിന്റെ മുമ്പിൽ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ എല്ലാ
നൂൽപാലങ്ങളും സങ്കട വഴികളും നടത്തിയ വിധങ്ങളും ഒക്കെ ഓർത്തിട്ട് ഇങ്ങനെ പറയാൻ പറ്റണം അല്ലേ? ക്രോധത്തിന്റെ ക്യാൻവാസിൽ ദൈവം കരുണയുടെ ചിത്രം വരച്ചപ്പോൾ നമ്മളുണ്ടായിരുന്നു. ഐ ആം ദ ഫിഫ്ത്ത് സ്പാരോ. ദൈവമേ, ആ ചില്ലുവാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു. വീണ് കിടക്കുകയാണ് മോശ. കാരണം താഴെ ഹിംസയും ചോരയും ഗതികേടും സങ്കടവുമാണ്. ഈ പർവ്വതത്തിന്റെ താഴ്വാരം 2025 നമ്മുടെ നാടല്ലയോ, നമ്മുടെ പരിസരങ്ങളല്ലയോ? ഒന്നാം തവണ കയറിപ്പോ താമസിക്കുക. അന്ന് ചോരയില്ല, ഹിംസയില്ല, വയലൻസ് ഇല്ല. വയലൻസിന്റെ മധ്യയാണ് ഒരാൾ മുകളിലേക്ക് പോയി വീണ് കിടക്കുന്നത്. വീണ് കിടന്ന് ഏറ്റു പറയാൻ ദൈവം 2025 സമയം തരിക. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. മുമ്പേ ഉത്തരം പറഞ്ഞ അമ്മച്ചി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനിയും ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആന്റി അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. അമ്മച്ചല്ല ആന്റി, കാണാഞ്ഞോണ്ടാ കേട്ടോ, ഫോട്ടോ കാണാഞ്ഞോണ്ടാണ്. ഈ ശമരിയക്കാരിയുടെ ഉപമയിൽ സുഖാർ കിണറിന്റെ തീരത്ത് കർത്താവും 12 ശിഷ്യന്മാരും കൂടെ അതുവഴി പോയപ്പോ വിശന്നു എന്നാണ്, നന്നായി വിശന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 13 പേർക്കും കൂടെ മസാല ദോശ വാങ്ങാൻ എത്ര പേരാ പോയത്? 2 പേര്. സെയിന്റ് ജോൺ 12 പേരാ പോയത്. ശരിയാ, എല്ലാരും കൂടെ പോയത്. ശിഷ്യന്മാർ ആഹാരം വാങ്ങാൻ പോയിരിക്കാറ്. സൗത്ത് വെസ്റ്റ് അമേരിക്കയിലെ രീതി എനിക്കറിയത്തില്ല, നാട്ടിലെ രീതി ഞാൻ പറയാം. 13 പേർക്ക് മസാല ദോശ വാങ്ങാൻ ഒരുത്തൻ പോയാൽ മതി, പിന്നെ വേണോ ഒരുത്തിനൂടെ ബൈക്കിന്റെ പുറകെ പോയാൽ മതി. പക്ഷെ ഈ 13 പേർക്കുള്ള ആഹാരത്തിന് വേണ്ടി 12 പേര് പോയത് എന്താണെന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടും. അവർ പൊക്കഴിയുമ്പോൾ അവിടെ ഒരു ഏകാന്തരമുണ്ട്. തമ്പുരാൻ സൃഷ്ടിക്കുന്ന ഒരു ഏകാന്തരം. അവിടേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ട്. അവളുടെ ജോഗ്രഫിയും ഹിസ്റ്ററിയും ഇന്നലത്തെ ഭൂതകാലത്തിന്റെ കറയും കറുപ്പും ഏറ്റുപറയാൻ ഒരു പെണ്ണ്, ശമരിയക്കാരി. അവളെ കേൾക്കാൻ കർത്താവ് സമയം കൊടുക്കുക. അവൾക്ക് അവളെ ഐഡന്റിഫൈ ചെയ്യാൻ കർത്താവ് സമയം കണ്ടെത്തുകയാണ്. എനിക്ക് തോന്നുന്നു 12 പേരോടൊന്നും പോകത്തില്ല, പറഞ്ഞു വിട്ടതാണ് 12 കൂടെ. പോകുന്ന വഴിക്കൊരു നാരങ്ങാവളോടെ കുടിച്ചോളം പറഞ്ഞു കാണും. അവളെ കേൾക്കാൻ പാപത്തിൽ തഴമ്പിച്ചൊരു സ്ത്രീ അവിടേക്ക് വരാനുണ്ട്. അവൾക്ക് വീണ് കിടന്നേറ്റ് പറയാൻ, കരുണ യാചിക്കാൻ തമ്പുരാൻ സമയം കൊടുക്കുക. ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി. അവള് ദാഹിച്ചാണ് വന്നത്, വെള്ളമോ കുടമൊക്കെ ആയിട്ട്. പക്ഷെ അവൾ ദാഹിക്കുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ നമുക്കിങ്ങനെ പറയാം, അവൾ ദാഹിക്കും മുൻപേ അവൻ ദാഹിച്ചു. അവൾ ദാഹിക്കണമെന്ന് അവൻ ദാഹിച്ചു. നാം ദാഹിക്കണമെന്ന് അവിടുന്ന് ദാഹിക്കുന്നുണ്ട്. അവൾ ദാഹിക്കും മുൻപേ അവൻ ദാഹിച്ചു. അവൾ ദാഹിക്കണമെന്ന് അവൻ ദാഹിച്ചു. നാം ദാഹിക്കണമെന്ന് അവിടുന്ന് ദാഹിക്കുന്നു. ക്രോധത്തിന്റെ താഴ്വരയിൽ നിന്ന് കരുണ തേടി ഒരാൾ വീണ് കിടക്കുകയാണ്. എക്സോഡസ് 32 2025 ആണ്. സീനായി അടുത്തെവിടെയോ ഉണ്ട്. റിപ്പൻഡൻസ്, ഡിപ്പെൻഡൻസ്, അക്സെപ്റ്റൻസ്, ഈ ഒരു 3 വാക്കുകളാണ്. റിപ്പൻഡൻസ്, ഡിപ്പെൻഡൻസ്, അക്സെപ്റ്റൻസ്. ഐ ആം ദ ഫിഫ്ത്ത് സ്പാരോ. ഞാനാണ് 5ാം കുരുവി. ശരിക്കും അവിടെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ കരുണയ്ക്കായിട്ടുള്ള നിലവിളിയിൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം എക്സോഡസ് 2:23 and 24, അടിമവേല നിമിത്തം ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം ഓർത്തു, ദൈവം അറിഞ്ഞു. വളരെ മനോഹരമായൊരു വാക്യമാണ്. അടിമവേല നിമിത്തം ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം ഓർത്തു, ദൈവം അറിഞ്ഞു. The Israelites groaned under the slavery and cried out
Out of the slavery, their cry for help rose up to God. God heard their groaning, and God remembered his covenant with Abraham, Isaac, and Jacob. എന്റെ നെടുവീർപ്പുകളാണ് ദൈവം എന്നെ ഓർക്കാനുള്ള ഐഡന്റിറ്റി കാർഡ്. നെടുവീർപ്പ് ഇട്ട് നിലവിളിച്ചു, ദൈവം ഓർത്തു. ഒരാളുടെ നെടുവീർപ്പുകളാണ് ദൈവം ഒരാളെ ഓർക്കാനുള്ള ഐഡന്റിറ്റി കാർഡ്. മിസ്രൈമിലെ നെടുവീർപ്പുകൾ മിദ്യാനിലെ മുൾപ്പടർപ്പിന് കാരണമായി. മിസ്രൈമിലെ നെടുവീർപ്പ് കൊണ്ടാണ് മുൾപ്പടർപ്പിൽ ദൈവം ഇറങ്ങി വന്നത്. മിസ്രൈമിലെ നെടുവീർപ്പുകൾ മിദ്യാനിലെ മുൾപ്പടർപ്പിന് കാരണമായി. ബേണിംഗ് ബുഷ്. നെടുവീർപ്പ് മുകളിലേക്ക് വരുമ്പോൾ അനുഗ്രഹം താഴേക്ക് ഇറങ്ങി വരും. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എക്സോഡസ് 3:8. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വീണ് കിടക്കാണ്, ഇറങ്ങി വന്നിരിക്കുന്നു. ശരിക്കും ഈ നോമ്പുകാലത്ത് ദൈവം നമുക്ക് തരുന്നൊരു ബലമാണ്. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ, ഉള്ളിലെ നൊമ്പരപ്പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. വളരെ മനോഹരമായ വരികളാണ്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കരുണാവാതിലിന്റെ പൂട്ട് തുറക്കാനുള്ള താക്കോലാണ് കണ്ണുനീർത്തുള്ളി. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പുറപ്പാട് 2 നിലനിൽപ്പിന്റെ നിലവിളിയാ. ദൈവം നിലവിളിച്ചു. സംഖ്യ 11 നിലമറന്ന നിലവിളിയാ. മന്ന മാത്രമേ കിട്ടുന്നുള്ളൂ, ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. നിലമറന്ന് നിലവിളിക്കുക. വെജിറ്റേറിയൻ, ഇഷ്ടം പോലെ വെജിറ്റേറിയൻ ഉണ്ട്. രാവിലെ ഇറങ്ങുക, പെറുക്കുക, കഴിക്കുക, മന്ന. പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾക്ക് വിശക്കാണെന്നാണ്. ഞങ്ങൾക്ക് വിശക്കുന്നേ. പക്ഷെ ആ കരച്ചിലിന് ദൈവം ഉത്തരം കൊടുത്തു. നിലത്ത് നിന്ന് 3 മുഴ ഉയരത്തിൽ കാടപ്പക്ഷികൾ. സൺഡേ സ്കൂളുകാര് അവർക്ക് പറ്റുന്ന പോലെ പെറുക്കി. യുവജന പ്രസ്ഥാനക്കാര് 2 ടിപ്പർ നിറച്ച് പെറുക്കി. നൃത്തപരിസമയക്കാർ ഓടി നടന്ന് പെറുക്കി. ഇഷ്ടം പോലെ പെറുക്കി. പപ്പും പൂടയും പറിച്ചു, മസാല പുരട്ടി, ഉണക്കി, ചവച്ചു, പുഴുങ്ങി, ചവച്ചു. പക്ഷെ ഇറക്കാൻ പറ്റിയിട്ടില്ല. സംഖ്യ 11 പറയുന്നു, ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ബാധ അവരെ സംഹരിച്ചു. കിബ്രത് ഹത്താവ. ഇറ്റ്സ് എ സെമിട്രി. ആലോചിച്ച് നോക്കിക്കേ. പെറുക്കാനും പിടിക്കാനും ഉണക്കാനും പുഴുങ്ങാനും ചവയ്ക്കാനും പറ്റും, ഇറക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് നിലമറന്ന നിലവിളിയാണ്. നിലനിൽപ്പിന്റെ നിലവിളിയിൽ ദൈവത്തിന്റെ കരുണ ഇറങ്ങി വന്നു. പക്ഷേ നിലമറന്ന നിലവിളിയിൽ അർഹമല്ലാത്തൊരു ചോദിച്ചാൽ ദൈവം തന്നെന്നിരിക്കും, പക്ഷെ അനുഭവിക്കാൻ യോഗം കാണുകയില്ല. അർഹമല്ലാത്ത എല്ലാ സന്തോഷങ്ങളുടെ അങ്ങേയറ്റത്ത് മരണമുണ്ട്. സംഖ്യ 11, നമ്പേഴ്സ് 11 നമ്മെ പഠിപ്പിക്കുന്നതാണ്, യോഗ്യമല്ലാത്ത എല്ലാ ആനന്ദങ്ങളുടെ അങ്ങേയറ്റത്ത് മരണമുണ്ട്. ഇറങ്ങി വരുന്നൊരു നിലവിളിയുണ്ട്. നമ്മളെ നിലനിൽപ്പിന്റെ നിലവിളി, നിലമറന്ന നിലവിളി. ഞാൻ ഈ ചിന്തകളുടെ ഏതാണ്ട് അവസാനത്തേക്ക് പോവുകയാണ്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഒരാളിങ്ങനെ വീണ് കിടക്കാണ്. ചോരയുടെ മധ്യ കയറിപ്പോയ ഒരാളാണ്. കരുണാവാതിലിന്റെ പൂട്ട് തുറക്കാനുള്ള താക്കോലാണ് കണ്ണുനീർത്തുള്ളി. നെടുവീർപ്പുള്ളിടത്തെ പുറപ്പാടുള്ളൂ. എക്സോഡസ് നമ്മളോട് പറയുക, നിലവിളിയുള്ളിടത്തെ ദൈവവിളിയുള്ളൂ. നെടുവീർപ്പുള്ളിടത്തെ പുറപ്പാടുള്ളൂ, നിലവിളിയുള്ളിടത്തെ ദൈവവിളിയുള്ളൂ. അവര് പറയുന്നത്, മോശ പറയുന്നത്, മിസ്രൈമിൽ നിന്ന് ആരാധിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണമെന്നാണ്. ലീവ് കൊടുക്കാതിരിക്കാനുള്ള കാരണം അത് തന്നെയല്ലേ.
വേറെ വല്ലതും പറഞ്ഞാൽ അപ്പച്ചൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞവരെ വിട്ടേനെ. പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഏത് കൊച്ചിനെയാണ് ഹോസ്റ്റലിൽ നിന്ന് വിടുക? മരുഭൂമിയിൽ ആരാധിക്കേണ്ടതിന് ഞങ്ങളുടെ ജനത്തെ വിട്ടയക്കണം എന്നാണ് പറഞ്ഞത്. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമല്ലേ? ഓരോ ബലിക്ക് മുമ്പും ഒരു വേർപാടിന്റെ മര്യാദയില്ലേ? എന്തുകൊണ്ട് മിസ്രയീമിൽ ബലി അർപ്പിച്ചുകൂടാ? ആരാധിക്കാനായിട്ട് എന്തിനാ ദൂരെ പോണേ? അടിമത്തം നിലനിൽക്കുന്നിടത്ത് ആരാധനയ്ക്ക് അനുഭവമില്ല. വി ആർ അഡിക്റ്റഡ്. കോപം, ആങ്കർ, അല്ലേ? കോപം, അസൂയ, പിണക്കം, അഹങ്കാരം, അശ്ലീലം, ദുശീലം, അലസത. നമ്മളൊക്കെ മിസ്രൈമിലല്ലേ? അതൊക്കെ അടിമത്തമാണ്. നമ്മൾ ഈ അടിമത്തത്തിൽ നിലനിന്ന് അർപ്പിക്കുന്ന ബലികളെല്ലാം മിസ്രൈമ ബലികളാണ്. അതിൽ പാലും തേനും വാഗ്ദത്വമില്ല, സൗഖ്യമില്ല. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നടക്കുന്നത് ഈ മിസ്രൈമ ബലിയല്ലേ? നമ്മൾ നിൽക്കുന്നത് ഈ അടിമത്തത്തിനകത്ത് തന്നെ. സഹോദരങ്ങളോടും എല്ലാം ഉള്ള പിണക്കവും വിരോധവും ഒക്കെ നിൽക്കുകയാണ്. അപ്പൊ പിന്നെയും പിന്നെയും നാം രോഗികളാകുന്ന എന്തുകൊണ്ടാണ്? പിന്നെയും പിന്നെയും നാം ദുർവ്യാധികൾക്ക് അടിമപ്പെടുന്നു എന്തുകൊണ്ടാണ്? നാം പുറപ്പെടാതെ ബലി അർപ്പിക്കുന്നവർ. ഈ പുറപ്പെടലിന്റെ പേരാണ് കൺഫെഷൻ. പുറപ്പെടാതെ അർപ്പിക്കുന്ന എല്ലാ ബലിയും മിസ്രൈമ ബലിയാണ്. അതിനകത്ത് പാലും തേനും വാഗ്ദത്വമൊന്നുമില്ല. അതുകൊണ്ടാണ് എത്ര കുർബാന കഴിഞ്ഞിട്ടും നമ്മളിങ്ങനെ തന്നെയൊക്കെ ആയി പോകുന്നത്. ഈ നോമ്പ് കഴിഞ്ഞാലും പൂമ്പാറ്റയാകേണ്ടവർ പിന്നെയും പുഴുവായിട്ടൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് എന്നോട് തന്നെയാണ്, നിങ്ങളോടല്ല. അവസാനിപ്പിക്കുകയാണ്. മോശ 40 രാവും 40 പകലും വീണ് കിടന്നു. എന്തുകൊണ്ട്? ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്ത് വീണ് കിടക്കുകയാണ്. 1-ാം പാഠം കീറിയിരിക്കുന്നു. പിന്നെയും അവിടെ പറയുകയാണ്, കരുണാവാതിലിന്റെ താക്കോല് തുറക്കാൻ ഈ ഹിംസയുടെ താഴ്വരയില്ലെന്നൊരാൾ ഉയരങ്ങളിൽ പോയി വീണ് കിടക്കുകയാണ്. വീഴാതെ പറ്റില്ല. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ തിരുപുസ്തകം ഞങ്ങൾ തുറക്കുമ്പോൾ തരുന്ന ആലോചനകൾക്കും ചിന്തകൾക്കും ആർദ്രമായ ഓർമ്മപ്പെടുത്തലുകൾക്കും നന്ദി. വചനം ഞങ്ങളോട് ജീവന്റെ അക്ഷരങ്ങളായി പിന്നെയും സംസാരിക്കുമ്പോൾ ഞങ്ങളും ജീവന്റെ അക്ഷരങ്ങളായി മാറണമേ. പരിശുദ്ധാത്മാവേ, ഹിംസയുടെ താഴ്വരയുടെ കാലത്ത് ഒന്ന് മാറി ഒന്ന് വീണ് കിടക്കാൻ മോശ എന്ന ആ വയോവൃദ്ധൻ തിരുലിഖിതത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ബലികളൊക്കെ പിന്നെയും പിന്നെയും മിസ്രൈമി ബലികളാകുന്നു. ഞങ്ങൾ പിന്നെയും പിന്നെയും ഞങ്ങളുടെ നിമിഷവികാരങ്ങളുടെ അടിമത്തത്തിലാണ്. പുറപ്പെടാതെ അനുഗ്രഹമില്ലല്ലോ അപ്പ. ഈ ചിന്തകൾ ഈ നോമ്പ് കാലത്ത് കുറെ കൂടെ ആഴമായി ഞങ്ങളെ പഠിപ്പിക്കണം. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തേണമേ. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തേണമേ. വിവിധ ഇടങ്ങളിലാണെങ്കിലും ശ്രദ്ധയോടെ കേട്ട എല്ലാവരോടും നന്ദി, എല്ലാവരോടും സന്തോഷം. വചനത്തെ പരിഗണിച്ചല്ലോ. ഏറെ പ്രിയങ്കരനായ എബിയച്ചൻ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവും സന്തോഷവും മാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഷിനി, വോട്ട് ഓഫ് താങ്ക്സ് ആരാ പറയുന്നത്? ഞാനാച്ചാ. ഓക്കെ. Praise the Lord. Submitting all our works into the Lord's mighty hands. Let me take this opportunity to give thanks to him and all his wonderful people. Firstly, I thank the Lord Almighty, our
our gracious Father, for enabling us to gather to hear the word of God. Just as the innocent gathered around Jesus to listen to every word he spoke, so we gather today to understand the meaning of whatever he spoke then. On behalf of all who attended and who could not, I submit my deepest gratitude to our Lord, our Savior. I thank His Grace, our humble shepherd, Evanius Tirumeni, who, though absent today, but with his ever smiling face and his compassionate approach, he always tries to imitate Christ, and he teaches us to follow the same too. അഭിമന്യ ജോണച്ച, അച്ഛനോട് എങ്ങനെയാ നന്ദി പറയുന്നത്? ഞങ്ങൾ ശരിക്കും ആരാധനയിൽ എന്റർടൈൻമെന്റ് തേടുന്ന ജനങ്ങളായി മാറിയോ എന്ന് ചോദ്യം ഞങ്ങളോട് തന്നെ ചോദിക്കാൻ അച്ഛൻ പ്രേരിപ്പിച്ചു. ശരിക്കും ഒന്നല്ല, നമ്മൾ നോക്കിയ എല്ലാ കമാൻഡ്മെന്റ്സും ലംഘിച്ചു പോയി എന്നൊരു റിയലൈസേഷൻ ആണ് അച്ഛൻ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തന്നത്. ഫോർ എക്സാമ്പിൾ, മർഡർ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ജോലിയിൽ, നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരുടെ കോൺഫിഡൻസ് നമ്മൾ കൊല്ലുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഡൾട്ടറി കമ്മിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ് യു സെഡ്, ചിലപ്പോൾ നമ്മൾ അഡൾട്ടറി കമ്മിറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, ബട്ട് ദെൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഇന്നത്തെ മൂവീസ്, ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടെ കണ്ണിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഇൻ എവറി വേ നമ്മൾ ഓരോ കമാൻഡ്മെൻറ്റ്സും ഇതുപോലെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ശരിക്കും ലംഘിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് അച്ഛൻ ഇപ്പോൾ ഈ ഒരു ടോക്കിലൂടെ ഞങ്ങൾക്ക് റിയലൈസ് ചെയ്ത് തന്നേക്കുന്നത്. ചില്ലവനത്തിലുള്ള ഒരുവൾ അല്ലെ ഒരുവൻ നമ്മളാണെന്ന് തോന്നിപ്പിച്ചത്. താങ്ക് യു അച്ഛ. ഐ റിയലൈസ് ടുഡേ ദാറ്റ് ഗോഡ് thirsts for me to thirst for him. And so today I lay prostrate before the Lord, realizing that I have sinned, and I'm sure that this will resonate with each of each one who has heard your talk today. താങ്ക് യു അച്ഛ. അച്ഛൻ എപ്പോൾ വചനം പറഞ്ഞാലും കേൾക്കുന്നവരുടെ അടഞ്ഞു കിടക്കുന്ന ആ ഹൃദയം തുറക്കാറുണ്ട്. പാറ പോലെ ഉയർന്നു നിൽക്കുന്ന ആ ഇഗോ ഒന്ന് ക്രഷ് ചെയ്ത് ഞെരുക്കാറുണ്ട്. താങ്ക് യു അച്ഛ. അച്ഛൻ ഇനിയും ദൈവവചനം എല്ലായിടങ്ങളിലും ഇതുപോലെ നല്ലപോലെ കേൾപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛ വൺസ് അഗൈൻ. താങ്ക് യു Ebi Acha for organizing this Lenten retreat for all of us here. And thank you to all the Achins and Kochimas, all the office bearers, and everyone who have rendered their voice and time for this retreat. I hope and pray that this retreat has really made a difference in each of your lives, including mine. And every word that was heard by us today, that we will carry forward this talk and this thought for our next forthcoming days for our Lent, hoping that we will prostrate before our Lord, submitting ourselves and telling him that we have indeed sinned against you. Thank you to everyone once again. May God bless you all. എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടും നന്ദി അറിയിക്കുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ LAയിലുള്ള ലോസ് ആഞ്ചലസിലുള്ള ബഹുമാനപ്പെട്ട യോഹന്നാൻ പണിക്കർ അച്ഛൻ ഇന്ന് രാവിലെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അച്ഛനെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിൽ പ്രിയപ്പെട്ട അച്ഛന്റെ വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈ ഭദ്രാസനത്തിന് MMVSന് ചെയ്ത എല്ലാ സേവനങ്ങളെയും
ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹപ്രദമായി നമുക്ക് തീർന്നു. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആ പിതാവിനെ ഓർക്കാം. ആ പിതാവ് നമുക്ക് ചെയ്ത എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കാം. സ്വർഗീയമായ വാസവും സ്വർഗീയമായ അനുഭവവും, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പിതാവ് കൂടി ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ആ പിതാവിനെ യാത്രയാക്കാം. MVS-ന്റെ പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും ഈ സമയത്ത് ആ കുടുംബത്തെയും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആചാര്യേശ മഷിഹാകൂദാശകളർപ്പിച്ചോ ഈ ആചാര്യന്നേകുക പുണ്യം നാഥസ്തോത്രം. The love of God the Father, the grace of the only begotten Son, and the fellowshipping indwelling of the Holy Spirit be with us all forever and ever. Amen. Thank you, everyone. Have a blessed weekend. Thank you. Thank you.